أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا أكرم الخلق ما لمن آلوذ به سواك عند حلول الحديث العميم. ولن يضيق رسول الله جاهك بي إذا الكريم تحلى باسم منتقم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. വന്യരായ പണ്ഡിതന്മാരെ, മാന്യ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങൾ അള്ളാഹുവിന്റെ ദീന് അറിഞ്ഞിട്ടുള്ളവരും അറിഞ്ഞിട്ടില്ലാത്തവരും ഒരുപോലെ അല്ല. ഖുൽ ഹൽ യസ്തവി الذين يعلمون والذين لا يعلمون. അറിവ് ഉള്ളവരും ഇല്ലാത്തവരും ഒരുപോലെയാണോ? അല്ല. അത് ചോദിക്കൂ നബിയെ, അറിവ് ഉള്ളവരും ഇല്ലാത്തവരും ഒരുപോലെയാണോ എന്ന് ചോദിക്കൂ നബിയെ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചു. ആലിമീങ്ങളുടെ ബഹുമാനം എന്താണ്? ആലിമീങ്ങളുടെ ബഹുമാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ധാരാളം സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ആ സൃഷ്ടികൾ എല്ലാം മനുഷ്യന്റെ ഗുണത്തിനു വേണ്ടി അല്ലാഹു പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ പശുവിനെ വളർത്തുന്നു. ആ പശു പ്രസവിച്ച് അതിന്റെ അകിടിലും മുലയിലും പാലുകൾ ഉണ്ടാകുമ്പോൾ ആ പാല് സ്വന്തം കുട്ടി കുടിക്കുന്ന സമയത്ത് കുട്ടിയെ പിടിച്ചു മാറ്റി മനുഷ്യൻ കറന്നെടുത്ത് കുടിക്കുന്നു. അത് തെറ്റാണ് എന്ന് ഇവിടെ ആരും പറയുന്നില്ല. പല പാർട്ടിക്കാരും വന്നിട്ട് ആരും പശുവിന്റെ പാല് കറന്നു കുടിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് പശുവിന്റെ കുട്ടിക്ക് വേണ്ടിയല്ല. പശു മനുഷ്യന് വേണ്ടിയാണ്. പശുവിന്റെ കുട്ടിക്ക് വേണ്ടിയല്ല പശുവിനെ അള്ള പഠിച്ചത്. പിന്നെ പശുവിനെയും കുട്ടിയെയും അള്ള പഠിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. അതുകൊണ്ട് കുട്ടിക്ക് കേടുവരാത്ത വിധം പാല് മനുഷ്യൻ കറന്നെടുക്കുന്നത് എല്ലാ കക്ഷികളും ഒരുപോലെ അംഗീകരിക്കുന്നു. ആർക്കും തർക്കമില്ല. ആ പശു തന്നെ പ്രായം ചെന്ന് പാല് കറന്നെടുക്കാൻ പറ്റാത്ത, പിന്നെ പ്രസവിക്കാൻ പറ്റാത്തതിലേക്ക് ആയാൽ ആ പശുവിനെയും പശുവിന്റെ കുട്ടിയായ മൂരിക്കുട്ടനെയും മനുഷ്യൻ അറുത്ത് തിന്നുന്നു. അത് തെറ്റാണ് എന്ന് ആരും പറയുന്നില്ല. ചില ആളുകൾക്ക് തോന്നും ഗോവധം പാടില്ല, പശുവിനെ അറക്കാൻ പാടില്ല എന്ന് ഒരു കക്ഷികൾ പറയുന്നില്ലേ. അത് അവര് ആരാധിക്കുന്ന പശുവിനെ അറക്കരുത് എന്നാണ്, അല്ലാതെ നമ്മളെ പോലെ പശുവിനെ അറക്കരുത് എന്ന് അല്ല. അങ്ങനല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാതെ വേറെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറയുന്നത് മനുഷ്യൻ പറയേണ്ട വാചകല്ല. കാരണം ഒരുത്തർ ആരാധിക്കുന്നത് കൊണ്ട് വേറെ ഒരാളെ കൈവശത്തിലുള്ള സാധനങ്ങളൊന്നും നശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തീയിനെ ആരാധിക്കുന്ന ഒരുപാട് മനുഷ്യന്മാര് ലോകത്തുള്ളത് കൊണ്ട് ഇനി അങ്ങാടിക്ക് തീ പിടിച്ചാൽ തീ കെടുത്താൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? തീയിനെ ആരാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ലോകത്ത്. അതുകൊണ്ട് ഇനിയിപ്പോ അങ്ങാടിക്ക് തീ പിടിച്ചാൽ നമ്മളെ ഫയർ സർവീസുകാരൊന്നും വിളിക്കാൻ പാടില്ല, തീ കെടുത്താൻ പാടില്ല, കാരണം നമ്മൾ ആരാധിക്കുന്ന സാധനമാണ് എന്ന് പറയാൻ ഒരാൾ പറഞ്ഞാൽ
അത് ശരിയല്ല എന്ന് നമ്മൾ തെളിവ് പറയേണ്ട ആവശ്യമുണ്ടോ? പാമ്പിനെ ആരാധിക്കുന്ന മനുഷ്യന്മാരുണ്ട്, അതുകൊണ്ട് പാമ്പ് കടിക്കാൻ വരുമ്പോൾ തല്ലാൻ പാടില്ല, ഞാൻ ആരാധിക്കുന്ന സാധനമാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? എലിയെ ആരാധിക്കുന്ന ആളുകൾ ഉണ്ട്. ഞാൻ ആരാധന പലതിനെയും ആരാധിച്ച് അവസാനം സക്കറിനെ വരെ ആരാധിക്കുന്നവരും ഉണ്ടല്ലോ. അത് വിചാരിച്ചിട്ട് ഇപ്പൊ ഖിതാന് പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരാൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ ആരാധിക്കുന്നത് നശിപ്പിക്കരുത് എന്നല്ലാതെ നമ്മൾ വേറെ ഒരാളെ കൈവശത്തിലുള്ളത് നശിപ്പിക്കരുത് എന്ന് ബുദ്ധിയുള്ള ആളുകൾ പറയില്ല. ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ അത് ചിന്തിക്കാത്തത് കൊണ്ടായിരിക്കും. എന്തോ ആകട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി അഥവാ അത് സമ്മതിച്ചാൽ തന്നെയും ഒരു പശു അതിന്റെ മുലയിലെ പാല് അതിന്റെ കുട്ടിക്ക് കൊടുക്കാതെ നമ്മൾ കറന്നെടുക്കുന്നത് എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ട് അംഗീകരിക്കുന്നു? പശുവിന്റെ കുട്ടിക്ക് വേണ്ടിയല്ല, മനുഷ്യന് വേണ്ടിയാണ് എന്ന തത്വം അംഗീകരിച്ചത് കൊണ്ടാണ്. ഇതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ മത്സ്യം പിടിച്ചു കൊണ്ടുവന്ന് തിന്നുന്നു. അത് ആരും തെറ്റാണ് എന്ന് പറയുന്നില്ല. ഇനി ഒരാള് ഞാന് മാംസങ്ങളൊന്നും കഴിക്കില്ല, മത്സ്യം കഴിക്കില്ല എന്ന് പറഞ്ഞാലും അയാളും മനുഷ്യന്റെ ഗുണത്തിനു വേണ്ടി ജീവിയെ കൊല്ലാം എന്ന് അംഗീകരിക്കേണ്ടി വരും. കാരണം അയാൾക്ക് പച്ചക്കറി തിന്നണം. പച്ചക്കറി തിന്നണമെങ്കിൽ പച്ചക്കറിയിൽ കീടനാശിനികൾ ഉപയോഗിക്കണം. കീടനാശിനികൾ എന്ന് പറഞ്ഞാൽ ആ പച്ചക്കറി തിന്നുകൊണ്ടിരിക്കുന്ന ജീവിയെ കൊല്ലുന്ന സാധനം ഉപയോഗിക്കണം എന്നാണ്. അപ്പൊ ജീവനുള്ളതിനെ അദ്ദേഹവും കൊല്ലുന്നുണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ രോഗം വരുമ്പോ മരുന്ന് കുടിക്കണം. മരുന്ന് കുടിക്കുമ്പോ രോഗാണുക്കൾ ചത്തുപോകുന്നുണ്ട്. ജീവനുള്ള സാധനമാണ്. ജീവനുള്ള സാധനത്തിനൊന്നും എന്റെ ഗുണത്തിന് വേണ്ടി ഞാൻ കൊല്ലൂല എന്ന് പറഞ്ഞാൽ പിന്നെ മരുന്ന് കുടിക്കാനും പറ്റൂല. പിന്നെ വേഗം കബറും കൊച്ചു വെച്ചിട്ട് പരിപാടി തുറക്കുന്നതാണ് നല്ലത്. അപ്പൊ മനുഷ്യ ഗുണത്തിനു വേണ്ടി ജീവിയെ കൊല്ലാം എന്ന തത്വം ലോക മനുഷ്യർ ഒന്നടങ്കം അംഗീകരിക്കാൻ കാരണം തന്നെ ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ, മനുഷ്യരാകുന്ന നിങ്ങൾക്ക് വേണ്ടി പഠിച്ചു വെച്ചതാണ് ഭൂമിയിലുള്ളത് മുഴുവനും എന്ന ഖുർആനിന്റെ തത്വം സ്വീകരിച്ചത് കൊണ്ടാണ്. ഭൂമിയോ വൽ അർള വദഅഹാ ലിൽ അനാം, ഭൂമി മനുഷ്യന് വേണ്ടി വെച്ചിട്ടുള്ളതുമാണ്. അപ്പൊ ഈ മനുഷ്യൻ എന്തിനു വേണ്ടിയാണ്? എല്ലാം മനുഷ്യന് വേണ്ടി. അതുകൊണ്ടാണ് സിംഹം മനുഷ്യനെ അധീനപ്പെടുന്നു. പാമ്പിനെ പോറ്റുന്ന മനുഷ്യന്മാരുണ്ട്, നരിയെ പോറ്റുന്നവരുണ്ട്, അങ്ങനെ പോയിട്ട് വലിയ ആനയെ പോറ്റുന്നവർ വരെ ഉണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ വരുമ്പോൾ ഒരു വലിയ കൊമ്പൻ ആന അതിന്റെ മുമ്പിൽ ഒരു സ്ഥലത്ത് ഒരു തെങ്ങിന്റെ മേലെ പിടിച്ച് കെട്ടിയിട്ട് ഒരു ദിനേശ് മുടി പോലത്തെ മനുഷ്യൻ ഈ ആനന്റെ തുമ്പിക്കൈന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു. എനിക്കിങ്ങനെ അത്ഭുതം തോന്നി അയാൾ ഇരിക്കുന്നത് കണ്ടിട്ട്. ഒരു പേടിയില്ലാതെ മൂപ്പൻ ഇങ്ങനെ തുമ്പിക്കൈന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ മനുഷ്യന് എഴുന്നേറ്റ് ഇവൻ വിചാരിച്ച പോലെ ആന ചെയ്യാതിരുന്നപ്പോ ദേഷ്യം പിടിച്ചിട്ട് ആനയോട് പറയുന്നു, ആന ഒരു ചവിട്ട് തരുമെന്ന് പറയുന്നു. ഞാൻ ചിരിച്ചുപോയി. ഈ ആനയെ ഇയാൾ ചവിട്ടിയാൽ ആനക്കെന്ത് വരാനാ? ഇയാളെ കാല് വേദനയാവുന്നല്ലാതെ. പക്ഷെ ആന പേടിച്ചുപോയി. ഇത് പറയുമ്പോ തന്നെ പേടിച്ചുപോയി. എന്തുകൊണ്ട്? ആനയെയും മനുഷ്യന് അധീനപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ലോകത്തുള്ള എല്ലാ സാധനത്തെയും മനുഷ്യന് അധീനപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. എന്തുകൊണ്ട്? മനുഷ്യൻ ലോകത്തുള്ള എല്ലാ ജീവികളുടെയും രാജാവാണ്. അഥവാ എല്ലാ സൃഷ്ടികളെക്കാളും ഉന്നതനായ ജീവി വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനാ. ആ മനുഷ്യൻ, അവന് വേണ്ടിയാണ് ലോകത്തുള്ളതെല്ലാം പടക്കപ്പെട്ടത് എന്ന് പറയുമ്പോ മനുഷ്യനെ എന്തിനു വേണ്ടി പടക്കപ്പെട്ടു എന്നൊരു ചോദ്യം ഉണ്ട്. ആ ചോദ്യത്തിന്റെ മറുപടി, മനുഷ്യനെ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മനുഷ്യനെ പടച്ചിട്ടുള്ളത്. പക്ഷേ ഈ മനുഷ്യൻ ആനയെ അധീനപ്പെടുത്തിയവനും കുതിരയുടെ പുറത്ത് സഞ്ചരിക്കുന്നവനും ഒട്ടകത്തെ അവന്റെ ലോഡ് വഹിക്കുന്ന മൃഗമാക്കിയവനും അതേ പലതിനെയും അറുത്തു തിന്നുന്നവനും അങ്ങനെ എല്ലാം ആണെങ്കിലും ഈ മനുഷ്യനെ സംബന്ധിച്ച് ഖുർആനിൽ ഒരു പ്രഖ്യാപനം ഉണ്ട്. ഏതാണ് പ്രഖ്യാപനം? ഖുലിഖൽ ഇൻസാനു ദഈഫാ, മനുഷ്യൻ വളരെ ദുർബലനാണ്. മനുഷ്യന് ദുർബലനായ നിലക്ക് പടക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഖുർആനിന്റെ പ്രഖ്യാപനം. ഇത്രയൊക്കെ കഴിവുള്ള മനുഷ്യൻ ദുർബലനാണോ കഴിവില്ലാത്തവനാണോ? അതും ഞാൻ പറഞ്ഞുതരാം. ഇന്നാൾ ഒരു ദിവസം നമ്മുടെ കേരളത്തിൽ
ട്രാൻസ്പോർട്ട്, അതായത് നമ്മുടെ ബസ്സുകൾ, നമ്മുടെ പ്രൈവറ്റ് ബസ്സുകളൊക്കെ സമരത്തിന് ഇറങ്ങി. അങ്ങനെ ബസ്സുകളൊക്കെ നിർത്തിയിട്ട് വണ്ടി ഓടാതായപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി നായനാരോട് ആരോ ചോദിച്ചു, നിങ്ങൾ എന്താണ് ബസ്സിന്റെ ആളുകളുമായി ചർച്ച ചെയ്തിട്ട് പ്രശ്നം പരിഹരിക്കാത്തത്? അപ്പൊ നായനാര് പറഞ്ഞു, കുറുപ്പച്ചൻ വരണമെന്ന് പറഞ്ഞു. കുറുപ്പച്ചൻ വരണമെന്ന് പറഞ്ഞു, അതായത് നമ്മളെ ട്രാൻസ്പോർട്ട് മന്ത്രി PR കുറുപ്പ് വരണമെന്നാണ്, കുറുപ്പച്ചൻ വരണമെന്ന് പറഞ്ഞു. അപ്പൊ കുറുപ്പച്ചൻ എവിടെയാ പോയെന്ന് ചോദിച്ചു. അയാൾ പല്ലിന് സുഖമില്ലാത്തത് കൊണ്ട് വിദേശ രാഷ്ട്രത്തിലേക്ക് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചു പോയി, ആയിരക്കണക്കിന് ബസ് അത് നിർത്തണോ അല്ലെങ്കിൽ ഇളകണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം കുറുപ്പച്ചനുണ്ട്. പക്ഷെ കുറുപ്പച്ചന്റെ വായിലെ പല്ല് ഇളകണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ അധികാരമില്ല. ആയിരക്കണക്കിന് വാഹനങ്ങൾ ചലിക്കണോ ചലിക്കണ്ടേ എന്ന് തീരുമാനിക്കാൻ അധികാരമുള്ള മന്ത്രിക്ക് സ്വന്തം വായിലെ പല്ല് അതവിടെ തന്നെ നിൽക്കണോ ഇളകണോ തീരുമാനിക്കാൻ അധികാരം ഇല്ല. മനുഷ്യൻ ദുർബലൻ തന്നെയല്ലേ? ഞാൻ ഒരു മദ്രസന്റെ പണിയെടുപ്പിച്ച് കഴിഞ്ഞ് അങ്ങനെ അതിന് ഒരു പച്ച പെയിന്റ് ഇടിച്ചു. പണിക്കാര് പച്ച പെയിന്റ് തേച്ചു. അങ്ങനെ പച്ച പെയിന്റ് തേച്ചപ്പോ ഞാൻ പറഞ്ഞു, മനുഷ്യന്മാരെയൊന്നും ഇപ്പോ നമുക്ക് കണക്കാക്കിക്കൂടാ. എന്റെ അടുത്ത് ഒരു മദ്രസയിൽ ഒരു ദിവസം ഒരു മുഅല്ലിം എങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കുമ്പോ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നു, ഇടത്തതിനേക്കാൾ വലത്തതിനെ മുന്തിക്കപ്പെടണം. അപ്പൊ ഇത് കമ്മിറ്റിയിൽപ്പെട്ടൊരു ചങ്ങാതി ഇങ്ങനെ പോകുമ്പോ കേട്ട്, ഇടത്തിനേക്കാൾ വലത്തിനെ മുന്തിക്കപ്പെടണം. ഇത് വധുവിന്റെ സുന്നത്ത് പഠിപ്പിക്കാണ്. അതൊന്നും ഇയാൾ നോക്കില്ല. ഇയാൾ ഇലക്ഷൻ എടുത്ത സമയമായതുകൊണ്ട് മൂപ്പര മനസ്സിലൊരു ഇടത്തവും വലത്തവും ഉണ്ട്. ഇടത്തിനേക്കാൾ വലത്തിനെ പരിഗണിക്കപ്പെടണം, മുന്തിക്കപ്പെടണം. ഈ മുസ്ലിയാർ ക്ലാസ് എടുക്കുന്നത് കേട്ട ഈ മനുഷ്യൻ ഉടനെ തന്നെ പ്രസിഡന്റിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പൊ രാജിവെക്കുമല്ലേ, ഉടനെ യോഗം വിളിക്കണം. യോഗം വിളിച്ച് ഇയാൾ ആദ്യം തന്നെ പറയാണ്, നമ്മളെ 3ാം ക്ലാസ്സിലെ മുഅല്ലിമിനെ ഇന്ന് പിരിച്ചുവിടണം. ഏതാണെന്ന് ചോദിച്ചു. അയാൾ മദ്രസയിൽ രാഷ്ട്രീയം പറയുന്നത് ഞാൻ കേട്ടതാണ്. അയാൾ അങ്ങനെ രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത ആളാണല്ലോ. അല്ല, ഞാൻ കേട്ടതാണ്. എന്താ മോനെ പറഞ്ഞത്? അയാൾ പറയുന്നത് കുട്ടികളോട്, ചെറിയ കുട്ടികളോട് പറയുന്നത് ഇടത്തിനെ കാണും വലത്തിനെ മുന്തിക്കണോ. ഇങ്ങനത്തെ മനുഷ്യന്മാർ ജീവിക്കുന്ന കാലമാണല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങള് പച്ച പെയിന്റ്, ഈ മദ്രസക്ക് പച്ച പെയിന്റ് ഇട്ടാലുള്ള ദോഷോ കുറച്ചു ദിവസം കഴിയുമ്പോ ജനതാ പാർട്ടിക്കാരും വേറെ ചില പാർട്ടിക്കാരൊക്കെ പറയും, ഇത് ഞങ്ങള് അവകാശത്തിലുള്ളതാണ് എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു പെയിന്റ് ഇടല നല്ലതെന്ന് പറഞ്ഞു. പക്ഷെ ഏത് പെയിന്റ് എന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു ഉദാഹരണം പറയാൻ നിങ്ങളാരും ബേജാറണ്ട. അങ്ങനെ ഞാൻ എവിടെയോ പോയി തിരിച്ചു വരുമ്പോഴേക്ക് വേറൊരു പണിക്കാരൻ പച്ച പെയിന്റ് ഒക്കെ മാറ്റി ചോപ്പ് പെയിന്റ് ഇട്ടാഞ്ഞു. എനിക്കുള്ളതിൽ ദേഷ്യം പറ്റും. കാരണം ചോപ്പ് പെയിന്റ് സ്വീകരിക്കുന്നവരും പല പാർട്ടിക്കാരും ഉണ്ട്. ഞാൻ ഒരു പാർട്ടിന്റെ ആളല്ല. അതുകൊണ്ട് എനിക്ക് ദേഷ്യം പിടിച്ചു. എന്നോട് ചോദിക്കാണ്ട് നീ എന്തിനും പെയിന്റ് മാറ്റി എന്ന് ചോദിച്ചു. എനിക്ക് ദേഷ്യം പിടിച്ചു. ഞാൻ കുറെ ചീത്തൊക്കെ പറഞ്ഞ് അങ്ങനെ ദേഷ്യം പിടിച്ച് അതും മാറ്റണം എന്ന് മനസ്സിൽ തീരുമാനിച്ച് അങ്ങ് പോയി. അങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോ എന്റെ തലേന്ന് ഭയങ്കര ചൊറി. തലേന്ന് ചൊറിഞ്ഞപ്പോ ഞാൻ തോന്നി എനിക്ക് എന്റെ തല ഒന്ന് കാണണമെന്ന് മനസ്സിലാക്കി. തല കാണണമെന്ന് മനസ്സിലാക്കി നോക്കുമ്പോഴല്ലേ എനിക്ക് ഓർമ്മ വന്നത്, എനിക്ക് തല കാണൽ പ്രശ്നമല്ലല്ലോ. കാരണം എന്റെ തലയിൽ തന്നെ 2 കണ്ണുണ്ടല്ലോ. അപ്പൊ എന്റെ തലയിൽ തന്നെ 2 കണ്ണുണ്ടാവുമ്പോ അതെനിക്ക് ഉപയോഗപ്പെടുത്താലോ എന്റെ തല കാണാൻ വേണ്ടി. അങ്ങനെ ഞാൻ എന്റെ കണ്ണ് തുറന്നു നോക്കി, തല കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്, എന്റെ തലയിൽ 2 കണ്ണ് സ്റ്റോക്ക് ഉണ്ടായിട്ട് സ്വന്തം തല കാണാൻ കാണില്ല. ഞാൻ ദുർബലൻ തന്നെയല്ലേ? സ്വന്തം തല കാണാൻ പറ്റാത്ത മനുഷ്യൻ ഞാൻ ദുർബലനല്ലേ? ഞാൻ ഏതായിരുന്നാലും തലയോ കണ്ടില്ല. എന്നാൽ തലയുടെ ഫോട്ടോ കോപ്പി കാണാമെന്ന് മനസ്സിലാക്കി. ഒറിജിനൽ ഇല്ലെങ്കിൽ ഫോട്ടോ കോപ്പി കാണുമല്ലോ. ഈ ഫോട്ടോ കോപ്പിനെ ശരിക്കും വിശ്വസിച്ചുകൂടാ. ചിലപ്പോ കള്ള ഫോട്ടോ കോപ്പിയും പുറത്തിറക്കി വെക്കുമ്പോ ഒറിജിനൽ ചോദിക്കുമ്പോൾ കാണിക്കൂല. അപ്പൊ സഹോദരന്മാര്, ഞാൻ ഈ ഒറിജിനൽ തല തന്നെ കാണണമെന്ന് എല്ലാ ആഗ്രഹവും പ്രകടിപ്പിച്ചിട്ടും കാണുന്നില്ല. അവസാനം എന്നാ പിന്നെ ഈ തലയുടെ രൂപം ഒന്ന് കാണണമെന്ന് മനസ്സിലാക്കി
ഞാനൊരു കണ്ണാടിയുടെ സഹായം തേടി. കാരണം ഞാനൊരു സുന്നിയാണ്, വേറെ ആരെങ്കിലും സഹായം തേടുമ്പോൾ കാഫറാവുന്ന വിശ്വാസമില്ല. അങ്ങനെ ഞാനൊരു കണ്ണാടിയുടെ സഹായം എന്റെ തല കാണാൻ വേണ്ടി തേടി. അങ്ങനെ ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി ഞാൻ ഇങ്ങനെ നിന്നു, എന്റെ തലയുടെ രൂപം കാണാൻ വേണ്ടി പോയി നിന്നു. ആ സമയത്താണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ചിന്തിച്ചു പോയി. അങ്ങൊരു ചുമരിന്റെ പെയിന്റ് മാറ്റിയിട്ട് എത്രയാണ് എനിക്ക് ദേഷ്യം പിടിച്ചത്. പക്ഷേ ഞാൻ ഈ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് നോക്കുമ്പോ എന്റെ സ്വന്തം തലയിൽ എന്റെ കുട്ടിക്കാലം മുതൽക്ക് ഞാൻ പേറി നടക്കുന്ന കുറെ മുടിയുണ്ടായിരുന്നു. ആ മുടിയൊക്കെയും കറുത്ത കളറുള്ള കറുത്ത പെയിന്റുള്ള മുടിയാണ്. ഇപ്പോഴതാ നോക്കുമ്പോൾ എന്റെ തലയിലെ കുറെ രോമത്തിന്റെ പെയിന്റ് ആരോ മാറ്റിക്കളഞ്ഞിരിക്കുന്നു. കുറെ മുടികൾ ഇടക്കിടക്ക് വെളുത്തത് കാണുന്നു. ഞാൻ ചിന്തിച്ചുപോയി, ഞാൻ സെക്രട്ടറിയായ മദ്രസന്റെ പെയിന്റ് മാറ്റിയിട്ട് ദേഷ്യം പിടിച്ച ഞാൻ എന്റെ സ്വന്തം തലയിലെ രോമത്തിന്റെ പെയിന്റ് മാറ്റുമ്പോ എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. ഞാൻ അറിയാതെ എന്റെ സ്വന്തം തലയിലെ രോമത്തിന്റെ കളറ് മാറ്റിപ്പോയല്ലോ. സ്വന്തം തലയിലെ രോമത്തിന്റെ കളറ് നിയന്ത്രിക്കാൻ അധികാരമില്ലാത്ത ഞാൻ ഒരു ദുർബലൻ തന്നെയല്ലേ, കഴിവില്ലാത്തവൻ തന്നെയല്ലേ. അതും കഴിഞ്ഞ് ഞാൻ ഇപ്പുറത്ത് വന്നു. അങ്ങനെ ഞാൻ അന്ന് എനിക്കൊരു പ്രസംഗത്തിന് പോകാനുണ്ട്. പ്രസംഗത്തിന് വേണ്ടി ഒരുങ്ങി കാറിൽ കയറാൻ നോക്കുമ്പോ ഒരു ഫോണ് വിളിച്ച് പറയുന്ന കക്ഷിക്കുട്ടി പറയുന്നു, ഉസ്താദേ പരിപാടിക്ക് വരണ്ട, കാരണം പെർമിറ്റ് മുടങ്ങിപ്പോയി. ഞാൻ ചോദിച്ച ആരാ മോനെ പെർമിറ്റ് മുടക്കിയത്? അത് SP വിളിച്ചു പറഞ്ഞിട്ട് പെർമിറ്റ് CI ക്യാൻസലാക്കി കളഞ്ഞു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിച്ചു ആരാണ് SP? അപ്പോ ഒരാളെ പേര് പറഞ്ഞു തന്നു. അയാളെ ഒന്ന് കാണാമെന്ന് മനസ്സിലാക്കി ഞാൻ കാർ അങ്ങോട്ട് തിരിച്ചു. അങ്ങനെ SP-ന്റെ അടുത്ത് ഞാൻ ചെന്ന് നോക്കുമ്പോ സുബ്ഹാന ജല്ല ജലാലു SP അതാ ഇവിടെ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ അദ്ദേഹവുമായി സംഭാഷണം നടത്താൻ വേണ്ടി കയറി ചെല്ലുമ്പോ SP-ന്റെ വയറ്റിൽ നിന്നതാ കുളുകുളു എന്ന് പറയുന്ന ചില ശബ്ദം. മൂപ്പര ഗ്യാസ് ട്രബിളിന്റെ അസുഖമുള്ളവനാണ്. മൂപ്പര വയറ്റിൽ ഇങ്ങനെ കുളുകുളു കുളുകുളു എന്ന് പറയുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മളുടെ വയലിന്റെ സദസ്സിൽ ശബ്ദിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ അധികാരമുള്ള ഇയാൾക്ക് സ്വന്തം വയറ്റിൽ ശബ്ദിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ അധികാരമില്ലല്ലോ. സ്വന്തം വയറ്റിൽ ശബ്ദിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ ഈ വലിയ ഉദ്യോഗസ്ഥന് അധികാരം ഇല്ലല്ലോ. പിന്നെയും സഹോദരന്മാരെ ഞാൻ ചിന്തിച്ചു പോയി. അവിടുന്ന് ഇപ്പുറത്തേക്ക് ഇറങ്ങി ഞാൻ പോലീസുകാരനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ പെർമിറ്റ് ക്യാൻസൽ ചെയ്തത്? അപ്പൊ അയാൾ പറഞ്ഞു, അവിടുന്ന് കുറച്ച് ചെറുപ്പക്കാർ, അതിൽ പ്രധാനമായിട്ട് ഇന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ പെർമിറ്റ് കൊടുത്താൽ അവിടെ ചോരക്കളമാവും. അപ്പൊ ചോരക്കളമാകും, ഞാൻ അങ്ങനെ തിരിക്കും ഇങ്ങനെ മറിക്കുമെന്നൊരാൾ ഭീഷണിപ്പെടുത്തിയപ്പോ നിങ്ങൾ മുസ്ലിമീങ്ങൾ തമ്മിൽ തല്ലണ്ടാന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ തൽക്കാലം പെർമിറ്റ് ക്യാൻസലാക്കിയതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മാനമായി സംസാരിച്ചു. അപ്പൊ ഞാൻ ആ ചെറുപ്പക്കാരന്റെ പേരെഴുതിയെടുത്തു. ഇവനെ ഒന്ന് ഉപദേശിക്കാമെന്ന് മനസ്സിലാക്കി ഞാൻ മെല്ലെ ഇറങ്ങി. മനുഷ്യൻ ഉപദേശം നന്നാകുന്നവരും കേട്ടാൽ നന്നാകുന്നവരും നന്നാകാത്തവരും രണ്ട് തരമുണ്ട്. ചില ആളുകളെ ഉപദേശിച്ചാൽ ഉപദേശിച്ചവന്റെ ഉള്ളതും പോയി പോകും. അങ്ങനെയും ചില ആളുകൾ ഉണ്ട്. ചെറിയ ഒരു കിളി, മൂപ്പര് സാധാരണ നല്ല വെയിലുള്ള സമയത്ത് ഇങ്ങനെ ഏതെങ്കിലും മരത്തിന്റെ മുകളിൽ പോയി ഇരുന്നിട്ട് ഉണക്ക് ചെറിയ ചെറിയ ചില്ലികൾ കാലുകൊണ്ടും കൊക്കുകൊണ്ടും ഒക്കെ കൂടി പൊട്ടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് മരത്തിന്റെ മുകളിൽ കൂട് കെട്ടിയിട്ട് അതിൽ താമസിക്കും. പക്ഷികൾ അങ്ങനെയാണ്. ഈ ചെറിയ പക്ഷി മൂപ്പർക്ക് അനുയോജ്യമായ ഒരു വീട്, ഒരു ഫിത്ർ സക്കാത്തിനൊന്നും മുടക്ക് വരാത്ത മൂപ്പരോട് അനുയോജ്യമായ ഒരു വീട് മൂപ്പർക്കും ഉണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയതാണ്, ഈ ചെറിയ ചില്ലി കൊണ്ട് ഉണ്ടാക്കിയ വീടാ. ആ വീട്ടിൽ നനയാതെ മഴക്ക് ഇങ്ങനെ കഴിയാ മൂപ്പര്. അപ്പൊ മെല്ലെ മഴ ഒന്ന് ചോർന്നപ്പോ മെല്ലെ ഒന്ന് പുറത്തിറങ്ങി നോക്കി. സുബ്ഹാനല്ലാഹ്, അപ്പോഴുണ്ട് ആ മരത്തിന്റെ അപ്പുറത്ത് ഒരു കുരങ്ങ് ഇങ്ങനെ നനഞ്ഞിങ്ങനെ ഇരിക്കുന്നു, മഴയത്ത് നനഞ്ഞിരിക്കുന്നു. കാരണം എല്ലാ ജീവികളും എല്ലാ പക്ഷികളും കൂടുണ്ടാക്കും, ഈ കുരങ്ങ് കൂടുണ്ടാക്കൂല.
അപ്പൊ കുരങ്ങിന് കൂടുണ്ടാക്കാതെ മൂപ്പർ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ നനയാണ്. ഈ പക്ഷി മനസ്സിലാക്കി സംഗതി ഞാനൊരു SBS കാരനാണെങ്കിലും ഇയാളൊന്ന് ഉപദേശിച്ചാളിയാ എന്ന് മനസ്സിലാക്കി പക്ഷി വല്ല അടുത്ത് എന്നിട്ട് കുരങ്ങനോട്, സാർ ഒരു കാര്യം പറയട്ടെ, ഞാൻ ആ വെയിലത്ത് കഠിനാധ്വാനം ചെയ്ത് ഉണ്ടാക്കിയ ഒരു ചെറിയ കൂട്, അതുകൊണ്ടല്ലേ നനയാണ്ട് ഇതിന്റെ ഉള്ളിൽ സൗകര്യത്തിലിരിക്കുന്നത്. നിങ്ങൾ ആ വെയിലത്ത് ഒരു കൂടുണ്ടാക്കിയെങ്കിൽ ഈ നിങ്ങൾ ഇങ്ങനെ നനയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്ത സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, ഒരു കൂടുണ്ടാക്കണേ എന്ന് പറയുമ്പോ കുരങ്ങൻ, നീ ആരടാ എന്നെ ഉപദേശിക്കാൻ, നിനക്ക് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു ഓടി ഇങ്ങ് വന്ന് ഈ പക്ഷിന്റെ കൂട് വലിച്ചൊരു നനഞ്ഞടാ എന്നെ പോലെ നീയും. സുബ്ഹാന ജല്ല ജലാലുഹു. ഇങ്ങനത്തെ ആളുകളെ ഉപദേശിച്ചാൽ നന്നാവൂല. അതേ സമയത്ത് ഈമാനും ഉണ്ടെങ്കിൽ വിശ്വാസമുണ്ടെങ്കിൽ നന്നായേക്കും എന്ന് മനസ്സിലാക്കി ഞാൻ മെല്ലെ ഇവനെ കാണാമെന്ന് മനസ്സിലാക്കി പറഞ്ഞ റൗഡിയെ കാണാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ഈ വലിയ റൗഡിയായ മനുഷ്യരെ കാണാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോ ഇവൻ ഞാൻ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ വയറും കെട്ട് പിടിച്ച് അങ്ങ് വളഞ്ഞുപോയി. ഞാൻ എന്താണ് വളഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. നോക്കുമ്പോ മൂപ്പർക്ക് വയറ്റുന്ന വേദനയാകാണ്. സുബ്ഹാനല്ലാഹ്, മൂപ്പർക്കും മൂപ്പരെ വയറ്റിൽ ശബ്ദിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ അധികാരമില്ല. നമ്മളെ വയറ് മുടക്കാനൊക്കെ മൂപ്പര് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എന്നിട്ടോ ഈ വയറ് പിടിച്ച മനുഷ്യൻ പിന്നെ കയറിപ്പോകുന്നത് കക്കൂസിലേക്കാണ്. കക്കൂസിന്ന് കുറച്ചു കഴിഞ്ഞ് മൂപ്പര് ഇറങ്ങുന്ന സമയത്ത് അങ്ങ് വീണുപോയി. ഞാൻ വല്ല ചെന്ന് നോക്കി, എന്താണ് നോക്കുമ്പോൾ ബോധമില്ല. ആളുകളൊക്കെ കൂടി ഓടി വന്ന് എടുത്തു കൊണ്ടുപോയി ആസ്പത്രിയിൽ കൊണ്ടുപോയി കുറെ ഗ്ലൂക്കോസ് കൊടുത്ത്. അങ്ങനെ ഒരു ദിവസം കഴിയുമ്പോ ഇയാൾക്ക് ഉറക്ക് തെളിയുന്നു, ഇയാളെ ബോധം തെളിയുന്നു. ഇയാളോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എന്ത് പറ്റി? അപ്പൊ മൂപ്പര് പറയും, എന്റെ ബാറ്റിന്ന് പോയതാണ്. ബാറ്റിന്ന് പോയത് എന്താ, സ്വർണ്ണാണോ? അല്ല. ബാറ്റിന്ന് പോയത് വെള്ളിയാണോ? അല്ല. മുത്താണോ? അല്ല. മാണിക്കക്കല്ലാണോ? അല്ല. പിന്നെ പോയതെന്താണ്? എ ക്ലാസ് നജസ്. എ ക്ലാസ് നജസ് ബാറ്റിന്ന് ലിമിറ്റില്ലാതെ അങ്ങ് പോയപ്പോ ബോധമില്ലാതെ വീണു പോകുന്ന ഈ മനുഷ്യൻ ദുർബലൻ അല്ലയോ? നിന്റെ ശരീരത്തിന്റെ കഴിവെന്താണ് ചെറുപ്പക്കാരാ? നിന്റെ ശരീരത്തിന്റെ കഴിവ് നജസ് പേറി നടക്കുന്നു എന്ന കഴിവല്ലേ? ഈ നജസ് അല്പം ലിമിറ്റില്ലാതെ പോയാൽ നീ ബോധം കെട്ട് വീണില്ലേ? നിനക്കിവിടെ ദൗർബല്യമല്ലാതെ എന്ത് ബലമാണുള്ളത്? എന്റെ സഹോദരന്മാരെ, ആകയാൽ മനുഷ്യൻ ഏത് റൗഡിയായാലും, ഏത് രാജാവായാലും, ഏത് പണ്ഡിതനായാലും, ഏത് സാധാരണക്കാരനായാലും, ഏത് പണക്കാരനായാലും, എല്ലാ മനുഷ്യനും ഖുൽഖൽ ഇൻസാനു ദഈഫാ. മനുഷ്യൻ ഏത് റൗഡിയായാലും, ഏത് രാജാവായാലും, ഏത് പണ്ഡിതനായാലും, ഏത് സാധാരണക്കാരനായാലും, ഏത് പണക്കാരനായാലും, എല്ലാ മനുഷ്യനും ഖുൽഖൽ ഇൻസാനു ദഈഫാ. ദുർബലനായി പടക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ഒരു മനുഷ്യനും കിബിറിന് അവകാശം ഇല്ല, അഹങ്കാരത്തിന് അധികാരം ഇല്ല. എന്നല്ല, അധികാരം തന്നെ ഇല്ല. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുതിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ. അല്ലാഹു തആല അതുകൊണ്ടാണ് പറയുന്ന, നബിയെ പറയൂ, മാലിക്കൽ മുൽക്കി, അധികാരത്തിന്റെ മുഴുവനും ഉടമസ്ഥനായ അല്ലാഹുവേ. ഇവിടെ ഒരു മനുഷ്യനും അധികാരമില്ല, ഒരു മന്ത്രിക്കും അധികാരമില്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അധികാരമില്ല, ഒരാരോഗ്യമുള്ളവനും അധികാരമില്ല, ഒരു പ്രമാണിക്കും പ്രാണിക്കും അധികാരമില്ല, ഒരു പണ്ഡിതനും പാമരനും അധികാരമില്ല. അധികാരത്തിന്റെ ഉടമസ്ഥൻ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുതിൽ മുൽക മൻ തശാ. നീ ഉദ്ദേശിച്ചവന് നീ ഉദ്ദേശിച്ച അധികാരം നീ കൊടുക്കും, അല്ലാതെ ആർക്കും ഇവിടെ അധികാരം ഇല്ല. കണ്ടില്ലേ നിങ്ങൾ, വലിയ ഒരു ഡോക്ടർ, മെഡിക്കൽ കോളേജിലെ ചികിത്സ ചെയ്യുന്ന ഡോക്ടർ, അദ്ദേഹത്തിന്റെ മുറ്റത്ത് മുഴുവനും ആളുകൾ നിറഞ്ഞിരിക്കുന്നു. കാരണം ചോദിച്ചപ്പോ പറയുന്നു, അയാളെ ചികിത്സ കൊണ്ട് മക്കളില്ലാത്ത പലർക്കും മക്കളുണ്ടായി. ഞാൻ ചോദിച്ചു, അയാൾക്ക് വയസ്സെത്രയായി? 80 വയസ്സായി. കല്യാണം കഴിച്ചിട്ട് കാലത്രയായി? 65 കൊല്ലമായി. അയാൾക്ക് എത്ര മക്കളുണ്ട്? ഒറ്റ കുട്ടിയില്ല. ഇയാളെ ചികിത്സ കൊണ്ട് ഒരുപാടാക്ക് മക്കളുണ്ടായി പോയി. പക്ഷേ ഈ ഡോക്ടർക്ക് ഇതുവരെ ഒരൊറ്റ കുട്ടി ജനിച്ചില്ല. ഇവിടെ ഡോക്ടർക്ക് അധികാരമുണ്ടോ? എഞ്ചിനീയർക്ക് അധികാരമുണ്ടോ? വക്കീലിന് അധികാരമുണ്ടോ?
ജഡ്ജിക്ക് അധികാരമുണ്ടോ? പണ്ഡിതന് അധികാരമുണ്ടോ? പാമരന് അധികാരമുണ്ടോ? പണക്കാരന് അധികാരമുണ്ടോ? ഞാൻ കേട്ടു, ഒരു വലിയ പണക്കാരൻ, കോടീശ്വരനാണ്. അദ്ദേഹത്തിന് മദ്രാസിൽ ബിൽഡിങ്ങുകളുണ്ട്, ബോംബെയിൽ സ്ഥാപനങ്ങളുണ്ട്. എത്ര വാഹനമാണുള്ളത്, എത്ര എസ്റ്റേറ്റ് ആണുള്ളത്. അപ്പൊ ഞാനൊന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് ചിന്തിച്ചപ്പോ കേട്ടു, അദ്ദേഹം അതാ മെഡിക്കൽ കോളേജിൽ മേൽപോട്ട് നോക്കി കിടക്കുന്നു. എന്താണ് സംഗതി? അദ്ദേഹത്തിന്റെ തൊണ്ടയ്ക്ക് ക്യാൻസറാണ്, അന്നനാളത്തിന് ദ്വാരമാണ്. എന്നിട്ടോ അദ്ദേഹം ഇപ്പോൾ ബിരിയാണി തിന്നുകയാണോ അല്ല, വെള്ളം കുടിക്കുകയാണോ അല്ല, ജ്യൂസ് കുടിക്കുകയാണോ അല്ല, പിന്നെ അദ്ദേഹം കോടീശ്വരനാണ്. പക്ഷേ ഒരിറ്റ് വെള്ളം കുടിക്കണ്ട എന്ന് യജമാനനായ യഥാർത്ഥ ഭരണാധികാരിയായ അള്ളാഹു തീരുമാനിച്ചപ്പോ ഒരിറ്റ് വെള്ളം കുടിക്കാൻ അധികാരമില്ല. സഹോദരന്മാരെ, അധികാരം ആർക്കാണ്? قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء. അധികാരം ഒരാൾക്ക് മാത്രമാണ്. അവൻ ലോകത്തെ സൃഷ്ടിച്ച റബ്ബാണ്. ആ റബ്ബിന്റെ തീരുമാനം മറികടന്നുകൊണ്ട് ഇവിടെ ഒരാൾക്കും ഒന്നും നേടാൻ കഴിയില്ല. അവൻ കൊടുത്തത് തടയാൻ ഒരാളെ കൊണ്ട് സാധ്യമല്ല. അവൻ തടഞ്ഞു വെച്ചത് കൊടുക്കാൻ ഒരാളെ കൊണ്ട് സാധ്യമല്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമല്ലാതെ ഒരാളെ തീരുമാനവും ലോകത്ത് നടക്കില്ല. ആ റബ്ബ് കൊടുത്തത് ഉണ്ട്, അവൻ തടഞ്ഞു വെച്ചത് ഇല്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഈ ദുർബലനായ മനുഷ്യൻ അറിയണം. ആ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അവൻ ചെയ്തു കൊടുത്ത അനുഗ്രഹത്തിന് നന്ദിയുള്ളവനായി മനുഷ്യൻ ജീവിക്കണം. അതിനാണ് മനുഷ്യനെ പടച്ചു വെച്ചത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് അവനെ ഇബാദത്ത് ചെയ്യാനല്ലാതെ മനുഷ്യരെയും ജിന്നിനെയും നമ്മൾ പടച്ചിട്ടില്ല നബിയേ. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യണമെങ്കിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ് ഈ ഭൂമി ലോകത്ത് കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല ചില മഹാന്മാരെ തെരഞ്ഞെടുത്തയച്ചിട്ടുണ്ട്. ആ തെരഞ്ഞെടുത്തയച്ചിട്ടുള്ളവരാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കൾ എന്ന് പറയുന്നത്. ആ അമ്പിയാക്കൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈ ഭൂമി ലോകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ പൂർത്തീകരണം കുറിച്ചുകൊണ്ട് അതാ ലോകത്തൊരു നേതാവ് വന്നു പോയിട്ടുണ്ട്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫാരിഖൈനി മിൻ ഉർബിൻ വമിൻ അജമി. ചൊല്ലിക്ക മദീനത്തേക്ക് ഒരു സ്വലാത്ത്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വ ജിന്നുകൾക്കും നേതാവാണ്, സർവ്വ മനുഷ്യർക്കും നേതാവാണ്, സർവ്വ മലക്കുകൾക്കും നേതാവാണ്, സർവ്വ സൃഷ്ടികൾക്കും നേതാവാണ്. ആ ലോകത്തിന്റെ നേതാവായ സയ്യിദുൽ ഖൽഖി അജ്മഈൻ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കുറിച്ച് എന്താണ് വിശ്വസിക്കേണ്ടത് എന്ന് ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ അമ്പിയാക്കളെ കുറിച്ച് എന്ത് വിശ്വസിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അവന്റെ മലക്കുകളെ സംബന്ധിച്ച് എന്ത് പഠിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി വിശ്വാസപരമായ കാര്യങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതിന്റെ പുറമെ അല്ലാഹുവിന് നന്ദി ചെയ്യുമ്പോൾ നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ച അറിവുകൾ, ആ അറിവില്ലാതെ, ആ വിജ്ഞാനമില്ലാതെ ഒരു മനുഷ്യൻ ഭൂമി ലോകത്ത് ജീവിച്ചാൽ അല്ലാഹു മനുഷ്യനെ പടച്ച ലക്ഷ്യത്തിന് വേണ്ടി അവൻ ജീവിച്ചിട്ടില്ല.
അതുകൊണ്ട് തന്നെ മനുഷ്യനെ പടച്ച ലക്ഷ്യം അല്ലാഹുവിനെ അറിയലും അവൻ ഇബാദത്ത് ചെയ്യലുമാണെങ്കിൽ ആ ലക്ഷ്യ സാക്ഷാത്കാരമുണ്ടാകുന്നത് അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഇൽമു മനസ്സിലാക്കുന്നത് കൊണ്ടാണ്, അറിവ് നേടിയെടുക്കുന്നത് കൊണ്ടാണ്. അറിവ് നേടിയെടുക്കാനുള്ള കേന്ദ്രങ്ങൾ വേണം, അറിവ് സപ്ലൈ ചെയ്യുന്ന ഫാക്ടറികൾ വേണം, അറിവുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കേന്ദ്രങ്ങൾ വേണം, അറിവുകൾ വിതരണം ചെയ്യുന്ന സ്ഥലങ്ങൾ വേണം. അങ്ങനെ അറിവ് വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളാണ് നമ്മുടെ മദ്രസകൾ. ഇവിടെ ഇപ്പോൾ മദ്രസയുടെ ഉദ്ഘാടനം. ഏതാണ് മദ്രസയുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിനെ സംബന്ധിച്ച്, അവന്റെ മഹ്ബൂബീങ്ങളായ അമ്പിയാക്കളെ ഔലിയാക്കളെ സംബന്ധിച്ച്, അവന്റെ പട്ടാളക്കാരായ, അവന്റെ സൈന്യങ്ങളായ മലക്കുകളെ സംബന്ധിച്ച്, വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ്, അല്ലാഹുവിന് ആകാശ ലോകത്ത് സൈന്യങ്ങൾ ഉണ്ട്. ആ സൈന്യങ്ങൾ വകാന അല്ലാഹു അലീമൻ ഹകീമ, അല്ലാഹു തആല അറിവുള്ളവനും ഹിക്മത്തുള്ളവനുമാണ്. ആ റബ്ബിന്റെ സൈന്യങ്ങളായ മലക്കുകളെ സംബന്ധിച്ച്, അവന്റെ ജുനൂദുകളിൽപ്പെട്ട അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളെ സംബന്ധിച്ച് എല്ലാ സൈന്യങ്ങളുടെയും നേതാവായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അല്ലാഹുവിന് നന്ദി ചെയ്യുന്നതിനെ കുറിച്ച് അറിവ് നേടിക്കൊടുക്കുന്ന കേന്ദ്രങ്ങൾ, അതാണ് മദ്രസകൾ. സഹോദരന്മാര്, നമ്മുടെ ഇവിടെയും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരു മദ്രസയുടെ ബിൽഡിംഗ് പണിത് അതിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള ഒരു സദസ്സിലാണ് നിങ്ങൾ പങ്കെടുത്തത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അർഹമുർ റഹീമിനായ റബ്ബ് കഴിഞ്ഞുപോയ ആലിമീങ്ങളോട് കൂടെ ഇൽമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത ഈ നാട്ടിൽ നിന്ന് കഴിഞ്ഞുപോയവരും മറ്റു നാടുകളിൽ നിന്ന് കഴിഞ്ഞുപോയവരുമായ സ്വാലിഹീങ്ങളോട് കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. ഇപ്പോൾ നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത്, ഞാനും വളരെ ക്ഷീണിച്ച ഈ സമയത്ത് ഒരു വഅദ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തുന്നു. ഒന്ന്, ഇൽമ് പഠിച്ചാൽ പോരാ, പഠിച്ച ഇൽമനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാനും നിങ്ങളും സന്നദ്ധരാകണം. നമ്മൾ ഇവിടെ മദ്രസ ഉണ്ടാക്കി, നമ്മൾ വേറെ സ്ഥലത്ത് കോളേജ് ഉണ്ടാക്കി, വേറൊരു സ്ഥലത്ത് പള്ളി ഉണ്ടാക്കി. സഹോദരന്മാര് തങ്ങന്മാരെ കൊണ്ടുവന്നു, ആലിമീകളെ കൊണ്ടുവന്നു. അങ്ങനെ മദ്രസയും പള്ളിയും കോളേജും ഒക്കെ നമ്മൾ ഉദ്ഘാടനം ചെയ്യിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഓർക്കണം, ഇത് നമ്മുടെ യാത്രക്കിടയിലുള്ള ഒരു പരിപാടിയാണ്. നമുക്ക് യഥാർത്ഥ ഉദ്ഘാടനം വരുന്നുണ്ട്. ആ ഉദ്ഘാടനം ഈ ആഴ്ചയിൽ അല്ല, അടുത്ത ആഴ്ചയിൽ അല്ല, അടുത്ത മാസത്തിൽ അല്ല. പിന്നെയോ യഥാർത്ഥ ഉദ്ഘാടനം എന്ന് പറയുന്ന ഉദ്ഘാടനം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളിപ്പോൾ മദ്രസയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി സയ്യിദന്മാര്, അഹ്ലു ബൈത്ത് തങ്ങന്മാരെ കൊണ്ടുവന്നെങ്കിൽ അവർ ആരാണ്? അവരുടെ ബഹുമാനം എന്താണ്? അവരുടെ ബഹുമാനം ഖുല്ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, നബിയെ തങ്ങൾ പറയൂ, ലാ അസ്അലുക്കും അലൈഹി അജ്റാ, ഈ ഇസ്ലാം ദീൻ പ്രചരിപ്പിക്കുന്ന വകയിൽ നിങ്ങളോട് ഞാൻ പ്രതിഫലം ചോദിക്കുന്നില്ല. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, എന്റെ കുടുംബക്കാരായ തങ്ങന്മാരെ നിങ്ങൾ സ്നേഹിക്കണം, അതല്ലാതെ ഞാൻ നിങ്ങളോട് പ്രതിഫലം ചോദിക്കുന്നില്ല. യാ അഹ്ല ബൈത്തി റസൂലില്ലാഹി ഹുബ്ബുകും ഫർദും മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു കഫാകും മിൻ അളീമിൽ ഖദ്രി അന്നകും മൻ ലം യുസല്ലി അലൈക്കും ലാ സ്വലാത ലഹു. തങ്ങന്മാരെ കൂട്ടത്തിൽ മെമ്പറും കൂടിയായ ലോകപ്രശസ്ത പണ്ഡിതനായ ഇമാമുന ശാഫിഈ അവിടുന്ന് തങ്ങന്മാരെ വിളിച്ച് പറഞ്ഞില്ലേ, റസൂലുള്ളാഹിന്റെ കുടുംബങ്ങളെ, നിങ്ങളെ സ്നേഹിക്കൽ മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാണല്ലോ. ഖുർആനിൽ അല്ലാഹു തആല അത് കൽപ്പിച്ചതാണല്ലോ. നിസ്കാരത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോ അവിടുത്തെ കുടുംബക്കാർക്ക് വേണ്ടിയും സ്വലാത്ത് ചൊല്ലാതെ പൂർണ്ണമായ നിസ്കാരമില്ലല്ലോ.
അപ്പൊ റസൂലുള്ളാഹിന്റെ കുടുംബങ്ങൾ എന്നതല്ലേ തങ്ങന്മാർക്ക് നാം കാണുന്ന ബഹുമാനം. എന്നാൽ പണ്ഡിതന്മാരെ നാം മദ്രസ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നു. എന്താണ് പണ്ഡിതന്മാരെ ബഹുമാനം? അത് അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തരക്കാര് എന്നതാണ് ആലിമീങ്ങൾക്കുള്ള ബഹുമാനം. അപ്പൊ എല്ലാ ബഹുമാനത്തിന്റെയും യഥാർത്ഥ കേന്ദ്രം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സ്ഥാപനം ഉണ്ട്. റസൂലുള്ളാഹിന്റെ കൈകൊണ്ട് തുറക്കുന്ന ഒരു വലിയ കേന്ദ്രം ഉണ്ട്. ആ കേന്ദ്രം നിങ്ങൾക്കറിയില്ലേ? അന അവ്വലു ശാഫിഇൻ വ അവ്വലു മുസഫഇൻ അന അവ്വലു മൻ യുഹർരികു ഹൽഖൽ ജന്ന അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ ചിന്തിക്കണം. ഒരു ചുരുങ്ങിയ സമയം നമ്മൾ മദ്രസ ഉദ്ഘാടനത്തിന് വേണ്ടി വന്ന് ഇരിക്കുമ്പോ തന്നെ ക്ഷീണിച്ചുപോയി, നിൽക്കുമ്പോൾ ക്ഷീണിച്ചുപോയി. യഥാർത്ഥത്തിൽ ചൂടില്ലാത്ത സമയം, തണുപ്പില്ലാത്ത സമയം, വളരെ നല്ല ക്ലൈമറ്റ് ഉള്ള സമയം. പക്ഷേ ഒരു കുറഞ്ഞ സമയം ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോ തന്നെ നമ്മൾക്ക് ക്ഷീണം വന്നുപോയി. സദസ്സിൽ പലരും അതാ കോട്ടുവായ ഇടുന്നു. വേറെ ചില ആളുകൾ ക്ഷീണം പിടിച്ച് കിടക്കണമെന്ന് തോന്നുന്നു. ചിലർ ഇതെത്ര നീട്ടിക്കൊണ്ടുപോകും എന്നതിൽ ബേജാറാകുന്നു. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് 14,96,74,000 കിലോമീറ്റർ മേലെ ഉദിക്കുന്ന സൂര്യന് ഒരു ചാണ് മാത്രം മേലെ ഉദിപ്പിച്ചുപോയി. ഒരു വിഭാഗം അതാ ചെരിപ്പടിക്കാൽ വരെ വിയർപ്പിൽ മുങ്ങിപ്പോയി, ഒരു വിഭാഗം മുട്ടുവരെ വിയർപ്പിൽ മുങ്ങിപ്പോയി, ഒരു വിഭാഗം അരവരെ വിയർപ്പിൽ മുങ്ങിപ്പോയി, ഒരു വിഭാഗം കഴുത്തുവരെ വിയർപ്പിൽ മുങ്ങിപ്പോയി. യൗമ യഖൂമു റൂഹു വൽ മലായികതു സഫ്ഫൻ ലാ യതകല്ലമൂൻ. യാതൊരു തെറ്റും ചെയ്യാത്ത മലക്കുകൾ വന്ന് അണിയണിയായി നിന്നുപോയി. നേതാവായി മുഖറബായ മലക്ക് ജബ്രായീൽ അലൈഹിസ്സലാമും വന്ന് നിന്നുപോയി. ഒരൊറ്റ മലക്കിന് വിണ്ടാട്ടമില്ല. ജിബ്രീൽ അലൈഹിസ്സലാം പോലും ഉരിയാടുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, മാലിക്കുൽ മുലൂക്കായ റബ്ബ്, എല്ലാ ഭരണാധികാരികളുടെയും ഭരണാധികാരിയായ റബ്ബ്, എല്ലാ രാജാക്കന്മാരുടെയും രാജാവായ റബ്ബ്, എല്ലാം നിയന്ത്രിക്കുന്ന റബ്ബിന്റെ കോടതിയിൽ അണിനിരന്നുപോയി. ദുന്യാവിൽ ജീവിക്കുന്ന സമയത്ത് ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറഞ്ഞവലും അതേ അനാവശ്യം സംസാരിച്ചവലും ഇൽമിന്റെ കേന്ദ്രങ്ങളായ മദ്രസകൾക്കെതിരെ പ്രവർത്തിച്ചവലും യതീം കുട്ടികൾക്കെതിരെ നീങ്ങിയവലും യതീം ഖാനന്റെ കലണ്ടർ കൊണ്ടുവന്നൊരു പള്ളിന്റെ ചുമരിൽ കണ്ടപ്പോ അതാ ഹാലിളകിയിട്ട് അള്ളാന്റെ വീട്ടിൽ നിന്ന് ശബ്ദമുണ്ടാക്കിയവലും അതേ എല്ലാ മനുഷ്യരും റബ്ബിന്റെ കോടതിയിലെത്തിപ്പോയി. പാവപ്പെട്ട മുതഅല്ലിമീകൾ നടന്നു പോകുമ്പോ മലക്കുകൾ ചിറക് വിരുത്തി കൊടുക്കുകയാണെങ്കിൽ ഈ തലപ്പാവ് ധരിച്ച വെള്ളക്കുപ്പായം ധരിച്ച പാവം മുതഅല്ലിമീകൾ നടന്നു പോകുമ്പോ വെള്ളക്കൊക്കെന്ന് വിളിച്ച് പരിഹസിച്ച ജമാഅത്തുകാരനും വന്നുപോയി. അവൻ മരിക്കുമ്പോ മയ്യിത്ത് നിസ്കരിക്കാൻ ഓർഡർ നൽകുന്ന കക്ഷിയും വന്നുപോയി. എല്ലാ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഔലിയാക്കൾ കാഫിറാണെന്ന് എഴുതി വെച്ച മുജാഹിദും വന്നുപോയി. അവന് രോഗമാകുമ്പോ ദ്വാരക്കാൻ വേണ്ടി പ്രസ്താവന കൊടുക്കുന്നവനും വന്നുപോയി. ബദരീകളെ കുറ്റം പറയുന്നവനും എത്തിപ്പോയി. ലോകത്തിന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് എഴുതി വെച്ച ജമാഅത്തെ ഇസ്ലാമിക്കാരന് തകരാറില്ലെന്ന് ഫത്വ കൊടുത്ത തബ്ലീഗ് ജമാഅത്തുകാരൻ വന്നുപോയി. റസൂലുള്ളാഹിന്റെ ശരീരം മണ്ണിന് ജീർണിച്ച് നശിച്ചുപോയി എന്ന് പ്രബോധനത്തിൽ 987 ജനുവരിയിൽ എഴുതി വെച്ച ജമാഅത്തെ ഇസ്ലാമിന്റെ മൗലവിയും അവന് ഓശാന പാടുന്നവനും എത്തിപ്പോയി. എല്ലാ കക്ഷികളും അല്ലാഹുവിന്റെ കോടതിയിലെത്തിപ്പോയി.
അവരവസ്ഥ പറയണോ? യാതൊരു തെറ്റും ചെയ്യാത്ത മലക്കുകൾക്ക് തന്നെ മിണ്ടാട്ടമില്ല. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വരെ മിണ്ടുന്നില്ല. അള്ളാഹുവിന്റെ കോടതിയിലെത്തിപ്പോയി. അവിടെ ഒരേ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയല്ലേ യഥാർത്ഥ നേതാവ്. ലിൽവാഹിദിൽ ഫർദി ലം യുലദ് വലം യലിദ്. എന്റെ സദസ്സിൽ മദീനത്ത് സിയാറത്തിന് പോയവരില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫിന്റെ ചുമരിന്റെ മേല് മദീനയിൽ റൗളയിൽ നിന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്ന ഒരു പദ്യമാണ് ഞാൻ ചൊല്ലിയത്. റസൂലുള്ളാഹിന്റെ റൗളന്റെ ചുമരിന്റെ മേലെ എഴുതി വെച്ച പദ്യം. യാ മൻ യഖൂമു മഖാമൽ ഹംദി മുൻഫരീനാ ലിൽ വാഹിദിൽ ഫർദി ലം യുലദ് വലം യലിദ്. ഒരാളും എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാത്ത സമയത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ സംസാരിക്കാൻ അധികാരമുള്ള ഒരേ ഒരു നേതാവായ നബിയെ എന്ന് വിളിക്കുന്ന ഒരു പദ്യം അവിടെ എഴുതി വെച്ചത് കാണാം. ആ എഴുന്നേറ്റ് നിൽക്കുന്ന നേതാവാണ് സാധുക്കളായ നമ്മുടെ വിജയത്തിന്റെ മുഴുവനും കാരണക്കാരനായി നാം കാണുന്ന, ഏത് ദോഷം ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കുമെന്ന് ചിന്തിക്കുന്ന ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബി തങ്ങളല്ലാതെ ഒരു കുട്ടിയും മിണ്ടാനില്ല. എല്ലാ അമ്പിയാക്കളും ഒഴിഞ്ഞു മാറിപ്പോയി. അവസാനം അനലഹാ, നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന നേതാവ് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമേ സംസാരിക്കാൻ ധൈര്യമുള്ള നേതാവുള്ളൂ. അങ്ങനെ വരുന്ന സമയം അതാണ് അന അവ്വലു ശാഫിഇൻ വ അവ്വലു മുസഫഇൻ. ആദ്യമായി ശുപാർശ പറയുന്ന, റെക്കമെൻഡ് ചെയ്യുന്ന നേതാവ് ഞാനാണ്. അത് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറയുന്നു അന അവ്വലു മൻ യുഹർരികു ഹൽഖൽ ജന്ന. ജനങ്ങളെ വെറും റെക്കമെൻഡ് ചെയ്ത് നിങ്ങളെ രക്ഷപ്പെടുത്തൽ മാത്രമല്ല, എനിക്ക് വേറെ ഒരു പരിപാടി ഉണ്ട്. അവിടെ ഒരു ഉദ്ഘാടനമാണ്. ലോകത്തുള്ള ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യനാൾ വരെയുള്ള മുഴുവൻ ജനങ്ങളും എത്തിപ്പെട്ട സ്ഥലം. അന സയ്യിദു വൽദി ആദമ ആദമു വമൻ ദൂനഹു തഹ്ത ലിവാഇ. ആദം നബി മുതൽ എല്ലാവരും എന്റെ കൊടിക്കീഴിലാണ്. അവിടെ എല്ലാവർക്കും നേതാവ് ഞാൻ തന്നെയാണ്. നേതാവായ എനിക്കൊരു പരിപാടിയുണ്ട് അവിടെ. ആ പരിപാടി എന്താണ്? അന അവ്വലു സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ച് കുലുക്കിയിട്ട് അത് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾ അതിലേക്ക് കടത്തുന്ന നേതാവ് ഞാനാണ്. ജനങ്ങളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗ ഉദ്ഘാടനം ചെയ്യുമ്പോ ഇവിടെ മദ്രസയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന മുസ്ലിങ്ങളെ, ഈ സദസ്സിന്റെ ബറക്കത്തിന് വേണ്ടി വന്ന പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും ആ ഉദ്ഘാടന ചടങ്ങിൽ ഒന്ന് പങ്കുകൊള്ളണ്ടയോ? ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കുകൊള്ളണമെങ്കിൽ നിങ്ങളോട് ഒരു വസിയ്യത്തായി ഞാൻ പറയട്ടെ. പഠിച്ച ഇൽമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കണം. പഠിച്ച ഇൽമിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ 5 വക്ത് ഖളാകാതെ നിസ്കരിക്കണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗോദ്ഘാടനം ചെയ്യുമ്പോ ഇവിടെ മദ്രസയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന മുസ്ലിങ്ങളെ, ഈ സദസ്സിന്റെ ബറക്കത്തിന് വേണ്ടി വന്ന പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും ആ ഉദ്ഘാടന ചടങ്ങിൽ ഒന്ന് പങ്കുകൊള്ളണ്ടയോ? ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കുകൊള്ളണമെങ്കിൽ നിങ്ങളോട് ഒരു വസിയ്യത്തായി ഞാൻ പറയട്ടെ. പഠിച്ച ഇൽമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കണം. പഠിച്ച ഇൽമിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ 5 വക്ത് ഖളാകാതെ നിസ്കരിക്കണം. നമ്മുടെ സദസ്സുകൾ, പഴയ കാലത്തുള്ള ഉലമാഇന്റെ സദസ്സുകൾ, അവരുടെ സദസ്സിൽ വന്ന മുഅ്മിനീങ്ങൾക്ക് ഈമാനും തഖ്വയും ഉണ്ടാകുന്ന സദസ്സുകളായിരുന്നു. എന്തോ ഒരു മുസീബത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ മുസീബത്തുകളിൽ നിന്നും അവന്റെ ദീനിനെയും നമ്മയും സലാമത്താക്കുമാറാകട്ടെ. സ്റ്റേജിൽ കയറിയാൽ അല്ലാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിന് പകരം, അല്ലാഹുവിന്റെ ദീന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എന്തൊക്കെയോ ഗ്രൂപ്പും വഴക്കുമായി ആലിമീങ്ങളെ പരസ്പരം ചീത്ത പറയുന്ന ഒരവസ്ഥയിലേക്കും ആലിമീങ്ങളെ ഗീബത്ത് കേൾക്കുകയും പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കും നമ്മുടെ മുസ്ലിം സമൂഹം മതപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരാഖിറു സമാനിലാണ് സഹോദരന്മാരെ ചണ്ടി ചവറുകളായ നമ്മുടെ ജീവിതമുള്ളത്. അതുകൊണ്ട് ഈ സമയത്ത് യാത്രക്കടയിലാണിത്. ഏത് യാത്ര? പാവപ്പെട്ട ഞാനൊരു 39 കൊല്ലത്തോളം യാത്ര ചെയ്തു പോയി. എന്റെ സദസ്സിലുള്ള പലരും 40, 60, 70 കൊല്ലം യാത്ര ചെയ്തവരുണ്ട്. ഈ സദസ്സിൽ കുറഞ്ഞ കാലം യാത്ര ചെയ്തവരുണ്ട്. ഇബ്നു നബാത്തത്തിൽ മിസ്രി റഹിമഹുല്ല പറഞ്ഞതുപോലെ, മോനെ, വരണ്ടതിന് ശേഷം, കളറ് മാറിയതിന് ശേഷം പഴം പറിച്ചെടുക്കാനല്ലേ സമയമുള്ളൂ. താടിയും തലയും ഒക്കെ ഒട്ടാകെ നരക്കാൻ തുടങ്ങിയില്ലേ, കളറ് മാറിയില്ലേ, പറിക്കാനല്ലേ ഇനി സമയമുള്ളൂ. ചെറുപ്പക്കാരെ, ഇളനീർ പറിച്ചിടുന്നത് കണ്ടില്ലേ? പച്ചമാങ്ങ തച്ചിടുന്നത് കണ്ടില്ലേ? അതെ, ഇതാ പഴുക്കുന്നതിന് മുമ്പും പറിച്ചെടുക്കലില്ലേ? കുട്ടികളെ പിടിയിട്ട് വരുമ്പോ ഈച്ച കുത്തിപ്പോകുന്നതും ഉണ്ണിമാങ്ങ കൊഴിഞ്ഞു പോകുന്നതും മച്ചിങ്ങ വെളിച്ചിൽ തെറിച്ചു പോകുന്നതും കാണാറില്ലേ? യാത്രയാണ്. എവിടേക്കുള്ള യാത്ര? മരണത്തിലേക്കുള്ള യാത്ര. പുറപ്പെട്ടത് എവിടെ നിന്നാണ്? ഉമ്മന്റെ വയറ്റിൽ നിന്ന് ഖബറിലേക്കുള്ള യാത്രയാണ്. ഖബറിൽ നിന്ന് മഹ്ശറയിലേക്കുള്ള യാത്രയാണ്. മഹ്ശറയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. സ്വർഗത്തിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ലോകത്തിന്റെ മുഴുവനും നേതാവാണ്. ആ നേതാവ് സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ച് കുലുക്കി സ്വർഗം ഉദ്ഘാടനം ചെയ്തിക്ക് തുറന്നു തരുന്ന സമയത്ത് ആ സ്വർഗത്തിലേക്ക് ഇളയവനായ എന്റെ ഈ പാവപ്പെട്ട കാലെടുത്ത് വെക്കുന്നത് വരെ, നിങ്ങളെ കാലെടുത്ത് വെക്കുന്നത് വരെ യാത്ര തന്നെയല്ലേ മുസ്ലിമീങ്ങളെ? ഈ യാത്രക്കടയിൽ തർക്കിക്കേണ്ട നേരമാണോ? ഈ യാത്രക്കടയിൽ ചീത്ത പറയേണ്ട സമയമാണോ? യാത്രക്കടയിൽ ഗീബത്ത് പറയേണ്ട സമയമാണോ? യാത്രക്കടയിൽ പള്ളിയിൽ അതാ പ്രശ്നം സൃഷ്ടിക്കേണ്ട സമയമാണോ? യാത്രക്കടയിൽ ആ യാത്ര എങ്ങ് പോയാൽ തിരിച്ചു വരാത്ത യാത്രയാകുമ്പോ, യാത്ര പോകുന്ന സ്ഥലത്തൊരുപാട് വസ്തുക്കൾ ആവശ്യമുണ്ടെന്ന് അറിയുന്ന ബുദ്ധിയുള്ള നീയും ഞാനും യാത്രയിൽ പോകുന്ന സാധനങ്ങളൊക്കെ കയ്യിൽ പിടിച്ചങ്ങ് ഒരുങ്ങുകയല്ലേ വേണ്ടത്? ആ മരണത്തിന്റെ യാത്രക്ക് വേണ്ടി ഒരുക്കുന്ന ഒരുക്കമായി നമ്മുടെ മദ്രസ റബ്ബ് കബൂൽ ചെയ്യട്ടെ. വാശിയും വഴക്കും വക്കാടും ഒക്കെ ഒഴിവാക്കി അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമു നിങ്ങളെ മക്കൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ആഖിറത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്ന ആലിമീകളെ പിന്നിൽ അണിനിരന്നുകൊണ്ട് നിങ്ങളെ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കണമെന്ന് ഈ നാട്ടിലുള്ള എന്റെ രക്ഷിതാക്കളോട് വിനയത്തിന്റെ ഭാഷയിൽ ഉണർത്തട്ടെ. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ ആഖിറത്തിന് വേണ്ടിയുള്ള അമലായി സ്വീകരിക്കട്ടെ. സഹോദരന്മാരെ, തഅഖബലില്ലദീ
لا بد منه فإن الموت ميقات العباد أترضى أن تكون رفيق قومي لهم زاد وأنت بغير زادي. ധാരാളം ഒരുക്കങ്ങളുമായി ഒരു കൂട്ടർ യാത്രക്ക് പുറപ്പെട്ടുപോയി. ആ പുറപ്പെട്ടവര് ധാരാളം ഒരുക്കങ്ങളും കൊണ്ട് അവർ ഇറങ്ങി യാത്ര ചെയ്തു പോയി. കേട്ടിട്ടില്ലേ നീ ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു ഖബറിൽ കൊണ്ടുപോയി വെച്ചു. നക്കീർ അലൈഹിസ്സലാം വന്നു, ചോദ്യം ചോദിക്കാൻ തുടങ്ങി. എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞിട്ട് ഇമാമുൽ ഹറമൈനി തങ്ങളെ വക അങ്ങോട്ടൊരു ചോദ്യം. നല്ല മലക്കുകളെ, ഖബറിൽ ചോദ്യമില്ലെന്ന് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ പറഞ്ഞപ്പോ, മുഅ്തസിലിയാക്കൾ വാദിച്ചപ്പോ, അവർക്കെതിരെ ഒരുപാട് കിതാബുകൾ എഴുതിയിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ച് ഖബറിൽ അദാബുണ്ടെന്നും ചോദ്യമുണ്ടെന്നും ജനങ്ങളെ പഠിപ്പിച്ച എന്നോട് നിങ്ങളിങ്ങനെ ചോദിക്കേണ്ടതുണ്ടോ? സമ്പാദിച്ചവർക്ക് ധൈര്യത്തോടെ മറുപടി ഉണ്ടല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിങ്ങൾ കേട്ടില്ലേ സുഹൃത്തുക്കളെ? അസർ നിസ്കാരത്തിന്റെ ജമാഅത്ത് ഒരു ദിവസം പള്ളിയിൽ വരുമ്പോഴേക്ക് കഴിഞ്ഞുപോയി, കരഞ്ഞുപോയി. അസറിന്റെ ജമാഅത്ത് പോയല്ലോ. കാരണം 2 കാരക്കത്തോട്ടം ചെന്ന് നോക്കിയതാണല്ലോ. 2 തോട്ടവും അപ്പൊ തന്നെ മിസ്കീന്മാർക്ക് വഖഫാക്കി. എന്റെ ആഖിറത്തിന് നഷ്ടം വരുന്ന കാരക്കത്തോട്ടം വേണ്ട. ഖബറിൽ കൊണ്ടുപോയി വെച്ചപ്പോ മുൻകർ നക്കീർ അലൈഹിസ്സലാം വന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് മർറബ്ബുക വമാ ദീനുക തുടങ്ങിയ ചോദ്യം ചോദിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മറുപടിയോടുകൂടെ തന്നെ അങ്ങോട്ടൊരു ചോദ്യം, അൻതുമാ മിർ റബ്ബിക്കുമാ. ഉമറിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞേച്ചിട്ട് എന്നെ വന്നതാണോ നിങ്ങൾ രണ്ടാളും? ചോദ്യം കേട്ടപ്പോ അതാ മുൻകർ നക്കീർ അലൈഹിസ്സലാം, ഹാദാ ഉമറു, ഇത് സാധാരണക്കാരനല്ല, ഉമർ ഇബ്നുൽ ഖത്താബാണെന്നും പറഞ്ഞ് തിരിച്ചുപോയെന്ന് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് അൽ ഹാവിയിൽ ഫതാവയിൽ എഴുതി വെച്ചില്ലേ? ഒരുങ്ങിയിട്ട് യാത്ര ചെയ്തവർ കഴിഞ്ഞുപോയി, ഒരുങ്ങിയിട്ട് യാത്ര ചെയ്തവർ സന്തോഷിച്ചു പോയി. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് വഫാത്ത് എടുത്തപ്പോ ഭാര്യനെ വിളിച്ചിട്ട് പറഞ്ഞില്ലേ, പ്രിയപ്പെട്ട ഭാര്യ, നിന്റെ കയ്യിൽ ഞാൻ മുമ്പ് ഒരു കുപ്പി തന്നില്ലേ, ആ കുപ്പിയിലുണ്ടല്ലോ അത്തറുണ്ടല്ലോ, സുഗന്ധദ്രവ്യമുണ്ടല്ലോ, എടുത്തുകൊണ്ടുവന്ന് അല്പം വെള്ളത്തിൽ നീ കലക്കിയിട്ട് ആ സുഗന്ധദ്രവ്യം എന്റെ റൂമിൽ മുഴുവനും നീ ഒന്ന് കൊടഞ്ഞോ. കാരണം എന്തേ? ലിഅന്നഹു യഹ്ദുറു അഖ്വാമുൻ ലാ യുഹിബ്ബൂന ത്വാം. ഭക്ഷണം ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം ഈ അതിഥികൾ എന്റെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. വലാകിൻ യുഹിബ്ബൂന ത്വീബ്, അവർക്ക് സുഗന്ധദ്രവ്യം വളരെ ഇഷ്ടമാണ്, നീ അത് കൊടഞ്ഞോ. റൂം നിറയെ കൊടഞ്ഞതിന് ശേഷം ഉഖ്റുജി, നീ ഒന്ന് ഇറങ്ങിക്കോ, അവര് പുറത്തെത്തി പോയി കയറട്ടെ, നീ ഇറങ്ങിക്കോ. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പുറത്തിറങ്ങി. ഒരൽപ്പം കഴിഞ്ഞ് വാതിൽ തുറന്നു നോക്കുമ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അതാ റൂമിൽ മരിച്ചു കിടക്കുന്നു. റൂഹ് പിടിക്കാൻ വേണ്ടി വന്ന റഹ്മത്തിന്റെ മലക്കുകൾക്ക് അത്തർ വരട്ടി സ്വീകരണം കൊടുത്ത സൽമാനുൽ ഫാരിസി, മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കാൻ വന്നപ്പോ, മരണമാസന്നമായപ്പോൾ ഹബീബുൻ ജാ, ഹബീബുൻ ജാ, ഹബീബുൻ ജാ അലാ ഫാഖത്തിൻ ലൻ യുഫ്ലിഹ മൻ നദിം. എന്റെ പ്രിയപ്പെട്ട മരണം വന്നല്ലോ എന്ന് വിളിച്ചു പറഞ്ഞ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു ഒരുങ്ങിയവരല്ലേ? കേട്ടിട്ടില്ലേ നിങ്ങൾ? വൽ ഖാമിസുൽ ഹിബ്റുൽ ഇമാമു മുഹമ്മദു ഹുവ ഹുജ്ജത്തുൽ ഇസ്ലാമി ദൂന തറദ്ദുദി. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹിമഹുല്ലാഹ് വഫാത്താകുന്ന ദിവസം 3 കഷ്ണം തുണി കഫൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് കുളിച്ചിട്ട് കഫൻ തുണിയും പൊതച്ചിട്ട് മർഹബാ 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 അഹ്ലൻ വസഹ്ലാ, മലക്കുൽ മൗത്തിന് സ്വാഗതം സ്വാഗതം, വന്നോ വിളിച്ചോ കൊണ്ടുപോയിക്കോ. ആ നിലയ്ക്ക് കിടന്ന കിടത്തത്തിൽ മരിച്ച ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ഒരുങ്ങിയവരാണ്.
അവരുടെ ചെരിപ്പെടുത്ത് ഖിദ്മത്ത് ചെയ്യുന്ന ഖാദിമീകളായി സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടാ നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ഇൽമ കൊടുക്കണം ഉമ്മമാരെ. അതിന് രാവിലെ മദ്രസയിൽ എത്തിച്ചു കൊടുക്കണം. നിങ്ങളെ കുട്ടികൾക്ക് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച ഇൽമ നിങ്ങൾ പഠിപ്പിക്കണം. അതിനുവേണ്ടി സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിലേക്ക് നിങ്ങളെ കുട്ടികളെ ചേർത്തോ. ഞാനൊരു ചെറിയ സംഭവം ബറക്കത്തിന് വേണ്ടി പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. ആഖിറത്തിന് വേണ്ടി സമ്പാദിച്ച ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളുള്ളതിൽ ഒരു ഗ്രന്ഥത്തിന്റെ പേരാണ് അൽ മുൻഖിദു മിനൽ ജലാൽ വൽ മൂസിലു ഇലാ ദിൽ ഇസ്സത്തി വൽ ജലാൽ. വേറെ ഒരു ഗ്രന്ഥത്തിന്റെ പേരാണ് അൽ ഖിസ്താസുൽ മുസ്തഖീം. ഈ രണ്ട് ഗ്രന്ഥങ്ങളും ഇമാം ഗസാലി തങ്ങൾ രചിക്കാനുള്ള കാരണം എന്തായിരുന്നു? അൽ മുൻഖിദു മിനൽ ജലാൽ വൽ മൂസിലു ഇലാ ദിൽ ഇസ്സത്തി വൽ ജലാൽ എന്ന ഗ്രന്ഥം ഇമാം ഗസാലി റഹിമഹുല്ലാഹ് രചിക്കാനുള്ള കാരണം അൽ മുൻഖിദു മിനൽ ജലാൽ വൽ മൂസിലു ഇലാ ദിൽ ഇസ്സത്തി വൽ ജലാൽ എന്ന ഗ്രന്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള ആശയങ്ങളിലേക്കൊന്നും പോകാൻ പാടില്ല എന്നും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്നും പഠിപ്പിച്ചതിന് ശേഷം ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞു, മോനെ നിന്നോട് കാര്യമായ ഒരു ഉപദേശമുണ്ട്. എന്താണത്? നീ കള്ളനോട്ട് കൈവശമുള്ളവന്റെ കൂടെ നീ ബിസിനസ് നടത്തരുത്. സുബ്ഹാനല്ലാഹ്. ഗസാലി ഇമാം കാര്യമായിട്ട് പറയേണ്ട ഒരു വിഷയമാണോ ഈ കച്ചവടത്തിന്റെ കാര്യം, കള്ളനോട്ടിന്റെ കാര്യം? അത് ഞാൻ പറയാം. കള്ളനോട്ട് കച്ചവടക്കാരന്റെ കൂടെ നീ ബിസിനസ് നടത്തരുത് മോനെ. നീ പാമ്പാട്ടികള് പാമ്പിനെ കളിപ്പിക്കുന്നത് കണ്ടിട്ട് നീ പാമ്പിന്റെ കൊട്ടയിൽ പോയി ആ കൊട്ട തുറന്ന് പാമ്പിനെ ഇറക്കരുത്. പാമ്പിനെ നീ കളിപ്പിക്കാൻ പോകരുത് മോനെ. മത്സ്യത്തൊഴിലാളികളെ മക്കള് കടലിന്റെ കരയിൽ നിന്ന് കളിക്കുന്നത് കണ്ടിട്ട് നിന്റെ ചെറിയ മക്കളെ കൊണ്ടുപോയി നീ തിരമാല വരുന്ന കടൽക്കരയിൽ കൊണ്ടുപോയി ഇട്ടിട്ട് തിരിച്ചു വരരുത് മോനെ. നീ കത്തികൊണ്ട് വാളുകൊണ്ട് കടലിപ്പയറ്ററിയുന്ന കുരിക്കന്മാര് പരസ്പരം വെട്ടുകയും തടുക്കുകയും ചെയ്യുന്നത് കണ്ടിട്ട് നീ ഒരു അറിവുമില്ലാത്തവന്റെ കയ്യിൽ വാളും പരിചയം കൊടുത്ത് നീ കളിപ്പിക്കരുത്, നീ കളിക്കാനും പോകരുത് എന്നാണ് ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞതിന്റെ മാന. ബഹുമാനപ്പെട്ടവർ വിവരിച്ചു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറഞ്ഞു, കള്ളനോട്ടുമായി നടക്കുന്നവന്റെ കൂടെ നീ ബിസിനസ് നടത്തിയാൽ നിനക്ക് കള്ളനോട്ട് ഏതാണ് ശരിയായ നോട്ട് ഏതാണ് എന്ന് തിരിച്ചറിയില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ബിസിനസിന്റെ ഇടക്ക് നിന്റെ കയ്യിൽ മുഴുവനും കള്ളനോട്ടും നിന്റെ നല്ല നോട്ടൊക്കെ അവന്റെ കയ്യിലും ആയിരിക്കും. പിന്നെ തിരിയലപ്പോഴാ പോലീസ് സ്റ്റേഷനിൽ തല്ല് കിട്ടുമ്പോ. ഇതുപോലെ മോനെ ഖുർആനും ഹദീസും ശരിക്കും മനസ്സിലാക്കാത്ത നീ, ഇമാമിങ്ങളെ കിതാബ് പഠിക്കാത്ത നീ, സുന്നിയല്ലാത്തവന്റെ പുസ്തകം വായിച്ചും സുന്നിയല്ലാത്തവന്റെ പ്രസംഗത്തിന് പോയും സുന്നിയല്ലാത്തവന്റെ കൂടെ പോയി ഇരുന്നും നീ അവന്റെ ക്ലാസ് കേട്ടാൽ കള്ളനോട്ട് നിന്റെ കയ്യിലായിട്ട് അതാ മലക്കുകളെ തല്ല് കിട്ടുമ്പോഴല്ലാതെ പോലീസ് സ്റ്റേഷന്റെ ഉള്ളുന്നല്ലാതെ നിനക്ക് കള്ളി തിരിയൂല കേട്ടോ. അതുകൊണ്ട് കൈപ്പറ്റയിലുള്ള മുസ്ലിമീങ്ങളെ, കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, അള്ളാഹു അവിടത്തെയും നമ്മയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ബഹുമാനപ്പെട്ടവർ ജമാഅത്ത് ഇസ്ലാമിന്റെ ക്ലാസ്സിന് പോയിട്ടില്ല, ബഹുമാനപ്പെട്ടവർ മുജാഹിദിന്റെ ക്ലാസ്സിന് പോയിട്ടില്ല, ബഹുമാനപ്പെട്ടവർ തബ്ലീഗുകാരനെ പള്ളിയിൽ കൊണ്ടുവന്നിട്ടില്ല, ബഹുമാനപ്പെട്ടവർ തബ്ലീഗുകാരന്റെ കൂടെ പോയി ഇരുന്നിട്ടില്ല. അവര് നടന്ന വഴി വിട്ടിട്ട് നിങ്ങളാരും പുതിയ വഴി തേടണ്ട. മുൻഗാമികളായ മഹാന്മാർ അവര് പഠിപ്പിച്ച വഴി വിട്ട് നിങ്ങൾ പുതിയ വഴി തേടണ്ട. അവരറിവുള്ളവരായിരുന്നു. അറിവുള്ളവര് തന്നെ മാറ്റി നിർത്തിയവരെ അറിവില്ലാത്ത നമ്മൾ കൂട്ടുപിടിക്കണ്ട. ഞാൻ ഒന്നുകൂടി പറയട്ടെ സഹോദരന്മാരെ, ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞില്ലേ, മോനെ നീ ഒരു പക്ഷേ പറയും, പ്രസംഗിക്കുന്ന മുസ്ലിയാരല്ലേ നിങ്ങൾ പ്രബോധനം വായിക്കുന്നത് ഞാൻ കണ്ടല്ലോ. നിങ്ങൾ പ്രബോധനത്തിൽ അതാ നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ,
മുഹമ്മദ് നബി സാധാരണക്കാരനാണെന്ന് 981 ഡിസംബറിലെ പ്രബോധനത്തിൽ ജമാഅത്തുകാരൻ എഴുതി. നിങ്ങൾ പറഞ്ഞില്ലേ, തബ്ലീഗ് ജമാഅത്തിന്റെ നേതാവ് എഴുതിയ പുസ്തകത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കുന്നവൻ കാഫിറാണെന്ന് തഖ്വിയത്തുൽ ഈമാൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു എന്ന് നിങ്ങൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടല്ലോ. ആ നിലക്ക് നിങ്ങൾ അതൊക്കെ വായിക്കുന്നുണ്ടല്ലോ മുസ്ലിയാരെ എന്ന ചോദ്യത്തിന്റെ മറുപടി ഇമാം ഗസാലി പറയുന്നു, മോനെ, പാമ്പാട്ടികൾ പാമ്പിനെ കൊണ്ട് കളിക്കുന്നത് കണ്ടിട്ട് നീ പോയി കൂട് തുറക്കണ്ട. നിനക്ക് വിഷമുള്ള പാമ്പ് കടിക്കുന്നതറിയില്ല, വിഷം കടന്നാൽ അത് ഇറങ്ങിക്കൊള്ളണമെന്നില്ല. മത്സ്യത്തൊഴിലാളികളെ മക്കൾ കടൽക്കരയിൽ നിന്ന് കളിക്കുന്നത് കണ്ടിട്ട് നീന്ത പറയാത്ത നിന്റെ മോനെ കൊണ്ടുപോയി നീ കടൽക്കരയിൽ കൊണ്ടുപോയി വിടണ്ട. നീ ജമാഅത്ത് ഇസ്ലാമിന്റെ കോളേജിലും മുജാഹിദിന്റെ കോളേജിലും ജമാഅത്ത് ഇസ്ലാമിന്റെ പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജിലൊക്കെ നീ കൊണ്ടുപോയി നിന്റെ മക്കളെ ചേർത്തിട്ട് ആ മത്സ്യത്തൊഴിലാളികളെ മക്കള് അതാ അവിടെ നിന്ന് പഠിക്കുമ്പോ മത്സ്യത്തൊഴിലാളികളെ മക്കള് നീന്ത പറയുന്നവരാണ്, മത്സ്യത്തൊഴിലാളികൾ കടലുമായി ബന്ധപ്പെട്ടവരാണ്. അവർക്ക് കടലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. ഇതുപോലെ പണ്ഡിതന്മാർ അത്തരക്കാരെ പുസ്തകം വായിച്ചാലും അവർക്കവിടെ സലാമത്താകുന്ന ഇൽമും മനക്കരുത്തും കഴിവും അവരെ കയ്യിലുണ്ടാ. നിന്റെ മക്കൾക്കതില്ല. നീ തിരമാലകളിലേക്ക് നിന്റെ മക്കളെ വിടണ്ട മോനെ. കളരിപ്പയറ്ററിയാത്തവൾ വാളും പരിചയം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയാൽ അതാ ഒരു വെട്ടിന് കാത് പോയി, മറ്റേ വെട്ടിന് കണ്ണും പോയി, മറ്റേ വെട്ടിന് തലയും പോയില്ലേ. ഇതുപോലെ നീ മുജാഹിദ് മൗലവിയോടും ജമാഅത്ത് മൗലവിയോടൊക്കെ തർക്കിക്കാൻ പോയി. നിനക്ക് ഖുർആൻ അറിയില്ല, ഹദീസ് അറിയില്ല, ആയത്തിന്റെ തഫ്സീർ അറിയില്ല. അങ്ങനത്തെ നീ തർക്കിച്ചാലോ ചിലപ്പോ നിന്റെ തലയുണ്ടാകില്ല, നിന്റെ ഈമാൻ ഉണ്ടാകില്ല. നീ നിന്റെ പണ്ട് കാലത്തെ പഠിച്ചു വന്നൊരു ദീനില്ലേ, അതിലുറച്ചു നിന്നങ്ങ് നീങ്ങിക്കോ. ഇമാം ഗസാലി തങ്ങളുടെ ഈ ഉപദേശം നിങ്ങളുടെ മുന്നിൽ അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഞാനിതാ ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന്. രണ്ടാമത്തത്, ചെറുപ്പക്കാരെ, ഇമാം ഗസാലി തങ്ങൾ അൽ ഖിസ്താസുൽ മുസ്തഖീം എന്ന കിതാബ് രചിക്കാനുള്ള കാരണം എന്തായിരുന്നു? സുന്നിയല്ലാത്ത ഒരു ചെറുപ്പക്കാരനെ ഇമാം ഗസാലി കണ്ടു. ഈ ചെറുപ്പക്കാരനെ നന്നാക്കി എടുക്കണമെന്ന് മനസ്സിലാക്കി ഗസാലി ഇമാം ചർച്ച തുടങ്ങി. അങ്ങനെ ചെറുപ്പക്കാരൻ സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി. സത്യവും ഇങ്ങനെ വേർതിരിച്ചറിയുന്ന ആ കുട്ടീനെ അങ്ങനെ പിന്നീട് അതാ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ബഹുമാനപ്പെട്ടവരുടെ ദർസിൽ നിന്ന് ഒരാളെ പുറത്താക്കി, വാസിൽ ഇബ്നു അതായിനെ പുറത്താക്കി. അവൻ മുഅ്തസിലത്ത് എന്ന നിലക്ക് മുത്തൻവാദവുമായി അവനും പോയി, അവന്റെ പാർട്ടി വന്ന്. അങ്ങനെ തുടങ്ങിയിട്ട് ഓരോ കാലഘട്ടത്തിലും മുത്തൻവാദികൾ വന്ന് ഖിയാമത്ത് നാൾ വരെ ഭിന്നിച്ച് ഇങ്ങനെ പോകുന്നൊരു വിഭാഗം, അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാത്തൊരു വിഭാഗം ഉണ്ടാകും. അവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു ഇസ്ലാം ദീനിന്റെ പ്രവർത്തനം എന്ന ചിന്ത നിന്റെ കൽബില് വേണ്ട മോനെ. അതിന് നീ ഒരുങ്ങിയാൽ നീ വേറൊരു ഭിന്നിപ്പുണ്ടാക്കുന്നവനാണെന്ന് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിന്റെ അവസ്ഥയും അത് തന്നെയല്ലേ. സുന്നത്ത് ജമാഅത്തിനുള്ളവരെല്ലാം യോജിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോ ഈ പിഴച്ച പാർട്ടിയെ കൂട്ടിക്കൊണ്ടൊരു ദീനീ പ്രവർത്തനം വേണമെന്നൊരു വാദം ഉന്നയിച്ചപ്പോ ഒരു ഭിന്നിപ്പ് സുന്നത്ത് ജമാഅത്തിനിടയിൽ ഉണ്ടാവുകയല്ലേ ചെയ്തത്. സഹോദരന്മാരെ, ഇത് ഇമാം ഗസാലി തങ്ങളെ ഉപദേശം സ്വീകരിക്കാഞ്ഞിട്ടല്ലേ, ഇമാം ഗസാലിയെ പോലുള്ള മഹാന്മാരെ തള്ളിയതിന്റെ പേരിലുണ്ടായ മുസീബത്തല്ലേ. ഇരിക്കട്ടെ, ഇമാം ഗസാലി തങ്ങൾ അൽ ഖിസ്താസുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, മുതഅല്ലിമീങ്ങളെ, ആലിമീങ്ങളെ നിങ്ങൾ എടുത്തു നോക്കൂ, ഞാൻ പറയുന്നത് പോലെ ഇല്ലേ. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, ഹക്കിനെതിരായ പാർട്ടിയെ കൂട്ടിക്കൊണ്ടുള്ള ഒരു ഏകോപിച്ച് ഐക്യത്തിലൂടെയുള്ള ഒരു പ്രവർത്തനത്തിന് മുതിർന്നാൽ ഹക്കിന്റെ ഇടയിൽ, ഹക്കിന്റെ അഹ്ലുകാർക്കിടയിൽ ഭിന്നപ്പുണ്ടാക്കി നീ ഒരു പുതിയ ഭിന്നിപ്പ് സൃഷ്ടിച്ചു എന്നല്ലാതെ ദീനിന് നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഇമാം ഗസാലി തങ്ങൾ പങ്കെടുത്തൊരു സമ്മേളനം എപ്പോഴാണത്? ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ഹിജ്റ 505 വഫാത്തായി. 40 കൊല്ലം കഴിഞ്ഞപ്പോൾ അബുൽ ഫതീഹ് സാബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കഅബ ശരീഫിനടുക്കൽ മസ്ജിദുൽ ഹറാമിനടുക്കൽ വുദുവോടുകൂടി കയറി ചെന്ന് ഞാൻ അവിടെ എങ്ങനെ നിൽക്കുമ്പോ വല്ലാത്ത ക്ഷീണം തോന്നിയിട്ട് ഞാനൊരു സ്ഥലത്ത് പോയി ഇരുന്നു. കിടക്കാൻ എനിക്ക് ധൈര്യമില്ല, കാരണം എന്റെ ഒതു മുറിഞ്ഞു പോകുമെന്ന പേടിയാണ്. കിടന്നിട്ട് ഉറങ്ങിയാൽ ഒതു പോയി പോകുമെന്ന് മനസ്സിലാക്കി ഞാൻ ഇരുന്നു. ഇരുത്തത്തിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിനിടയിൽ അതാ കണ്ടു ഒരു മനുഷ്യനെ. ആ മനുഷ്യൻ കയറി വന്നിട്ട് ഒരു പുതിയ നിസ്കാരം എന്ന് പറഞ്ഞാല് എല്ലാവരും നിൽക്കും പോലെ അല്ല, അപ്പങ്ങളാണെന്നില്ല ചേര്. ഇവിടെ കൈപ്പറ്റൊക്കെ സുന്നികൾ മാത്രമേ ഉള്ളൂ എന്നാണ് എന്റെ അറിവ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട്
ട്രാൻസ്ഫോമറിന്റെ വില വരച്ച പോലെ നെഞ്ഞത്ത് ഡേഞ്ചർ, അപകടം, തുടരുത് തുടരരുത് എന്ന് നിനക്ക് കൈകെട്ടു. അതുപോലെ വേറെ ചിലരെ നിങ്ങൾ കാണുന്നില്ലേ, അത്തഹിയ്യാത്തിന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ കൈയിന്റെ വിരൽ ഉയർത്തലുണ്ട്. ഇങ്ങനെ താത്തിയിട്ട വിരൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഉയർത്തൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹിയ്യാത്ത് എന്ന സമയത്ത് വിരൽ ചലിപ്പിച്ചു എന്നൊരു ഹദീസിൽ, ചലിപ്പിച്ചിട്ടില്ല എന്ന് വേറൊരു ഹദീസിൽ, രണ്ട് ഹദീസും യോജിപ്പിച്ചിട്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു ചലിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ചലിപ്പിച്ചു, ചലിപ്പിച്ചിട്ടില്ല പറഞ്ഞാലോ പിന്നെ അനക്കിയിട്ടില്ല. ഇപ്പൊ നിങ്ങൾക്ക് കാണാം വിദേശത്തൊക്കെ വന്ന ചില ആളുകൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ ഇതിങ്ങനെ കാറിന്റെ ഫൈപ്പർ കളിക്കും പോലെ ഇതിങ്ങനെ ഇളകലല്ല. എന്തിനാണിത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഉയർത്തുന്നത് എന്തിനാ? അള്ളാഹ് ഒരുത്തനാന്ന് സൂചിപ്പിക്കാനാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹ് ഏകനാന്ന് സൂചിപ്പിക്കാനായി ഉയർത്തുന്നു. പിന്നെ അത് ഇളക്കിയാലോ അത് ഉറച്ചിട്ടില്ല എന്നല്ലേ വരിക. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ സഹോദരന്മാരെ പുതിയ പുതിയ നിക്കാരം. ഇവിടുത്തെ അബുൽ ഫത്ഹ് സാബി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ഗസാലി വഫാത്തായി 40 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പള്ളിന്റെ അടുത്ത് കാബത്തിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കാണ്. ഒരു പുതിയ നിക്കാരക്കാരൻ വന്നൊരു പുതിയ നിസ്കാരം നിസ്കരിച്ചു. എനിക്ക് ഇവനോട് ദേഷ്യം പിടിച്ച് നോക്കുമ്പോ ഇവൻ ഒരു പുത്തൻവാദികളിൽപ്പെട്ട മനുഷ്യനാണ്. അതാ ഒരു പുതിയ നിക്കാരം. എനിക്ക് വെറുപ്പിടിച്ചപ്പോ എനിക്ക് മനസ്സിലിങ്ങനെ തോന്നി, ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദസ്സിലെങ്ങാനും ഈ പുത്തൻവാദിയെ കിട്ടിയെങ്കിലോ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ച് ഇവനിക്ക് കാണിച്ചു കൊടുക്കാമായിരുന്നു, ഇവനെ ഞാൻ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുമായിരുന്നു എന്ന് മനസ്സിലിങ്ങനെ തോന്നി. ഞാനിങ്ങനെ കിടക്കുമ്പോൾ എന്നോട് മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ ഞാനതാ സ്വപ്നം കാണുന്നൊരു സമ്മേളനം കണ്ടപ്പോ ഞാൻ ചെന്ന് നോക്കാമെന്ന് തോന്നി. സമ്മേളനം ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഒരുപാട് ആളുണ്ട്. ആരോ ഒരാള് മധ്യത്തിൽ നിൽക്കുന്നുണ്ട്, ഒരു വലിയ നേതാവ്. ഞാൻ അന്വേഷിച്ചു ആരാണത്. മറുപടി കിട്ടിപ്പോയി, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആരാണ് ഈ ചുറ്റുഭാഗത്തുമുള്ളത്? നോക്കുമ്പോ എല്ലാരെ കയ്യിലുണ്ട് ഒരു കിതാബ്. ആരാണിത്? നോക്കുമ്പോൾ 4 മദ്ഹബിലും ഉള്ള ഇമാമിങ്ങളാണ്. ഈ ഇമാമിങ്ങളൊക്കെ കിതാബ് കൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടി കഅബ ശരീഫിനടുക്കൽ ഹാജരായതാണ്. ഇമാമിങ്ങളെ കിതാബ് വായിച്ചു കൊടുത്തിട്ട് റസൂലുള്ളാഹിന്റെ അംഗീകാരം വാങ്ങാൻ വേണ്ടിയുള്ള സമ്മേളനമാണ്. അതാ ആ സമ്മേളനം അവിടെ നടക്കുന്നു. അതിന്റെ തെളിവുകളിലേക്കൊന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല, കാരണം ഇവിടെ സുന്നികൾ മാത്രമേ ഉള്ളൂ എന്നാണ് എന്റെ അറിവ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നില്ല. ബൈത്തുൽ മുഖദ്ദസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടി 70ഓളം അമ്പിയാക്കൾ വന്ന് റസൂലുള്ളാഹിന്റെ പിന്നിൽ വെച്ച് നിസ്കരിച്ചു എന്ന് നിങ്ങൾ ഹദീസിന്റെ കിതാബിൽ കണ്ടില്ലേ, തഫ്സീറിന്റെ കിതാബ് കണ്ടില്ലേ? പോകട്ടെ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹിന്റെ പിന്നിൽ വെച്ച് പള്ളിയിൽ വന്നിട്ട് മുമ്പെങ്ങാനും വഫാത്തായി പോയ അമ്പിയാക്കൾ നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ? അക്കാര്യം മുജാഹിദിന്റെ ശബാബുകാരികയിൽ അടക്കം സമ്മതിച്ചിട്ടില്ലേ? അപ്പൊ വഫാത്തായി പോയ മഹാന്മാർക്ക് ചിലപ്പോ ഭൂമി ലോകത്ത് വന്ന് സമ്മേളിക്കാൻ കഴിയുമെന്നതിന് അത് തന്നെ പോരെ തെളിവ് സഹോദരന്മാരെ. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ വന്ന് സമ്മേളിച്ചിരിക്കുകയാണ് കഅബത്തിനടുക്കൽ. ഞാൻ നോക്കി എന്തൊക്കെയാണ് ഈ സമ്മേളനത്തിൽ നടക്കുന്നത്. അതാ ഒരു നല്ല ഹൈറ്റും വെയിറ്റുമുള്ള വളരെ ഗാംഭീര്യമുള്ള ഒരു പണ്ഡിതൻ നേരെ വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ തൊട്ടടുത്തിരുന്ന് വലിയ നീളക്കുപ്പായവും തലയെക്കെട്ടുമൊക്കെയുള്ള ഒരു പണ്ഡിതൻ അടുത്തിരുന്നു കൊണ്ട് ഒരു കിതാബ് ഇങ്ങനെ നിർത്തി വായിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി എല്ലാം കേട്ട് സമ്മതിച്ചു പോയി. കഴിഞ്ഞപ്പോൾ അന്വേഷിച്ചു ആരാണത്. നോക്കുമ്പോൾ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വന്നതാണ്. കിതാബ് വായിക്കാൻ റസൂലുള്ളാഹിന്റെ അംഗീകാരം കിട്ടിപ്പോയി. അതാ വേറൊരു പണ്ഡിതൻ നോക്കുമ്പോ ആരാള്? ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ. അബൂ ഹനീഫ തങ്ങളും കിതാബ് വായിച്ചു. വലിയ സന്തോഷമായി പോയി, റസൂലുള്ളാഹിന്റെ അംഗീകാരം കിട്ടിപ്പോയി. അങ്ങനെ ഓരോ ആലിമീങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളും കിതാബ് ഇങ്ങനെ വായിക്കുന്നു, റസൂലുള്ളാഹി അംഗീകാരം കൊടുക്കുന്നു. ഏകദേശം ഭൂരിപക്ഷവും കഴിഞ്ഞ് എനിക്ക് കുറഞ്ഞ ആളെ ബാക്കിയുള്ളൂ. അപ്പണ്ട് ഒരാളങ്ങനെ കയറിയിരുന്നു, ഇതുവരെ ഇല്ലാത്ത ഒരാൾ ഇപ്പൊ കയറി വരുന്നു ആലിമീകളെ സദസ്സിലേക്ക്. ഞാൻ നോക്കി ആരാ വരുന്നത്. നോക്കുമ്പോ റാഫിളിയാക്കളിൽപ്പെട്ടൊരു ചങ്ങാതി, പുത്തൻവാദികളിൽപ്പെട്ട 4 മദ്ഹബിനെയും കുറ്റം പറയുന്ന, എല്ലാ സഹാബത്തിനെയും ചീത്ത പറയുന്ന, മാസം കണ്ടാല് ഓർപ്പിക്കരുത്, കണക്ക് നോക്കി ഓർപ്പിക്കണോ എന്ന് പറയുന്ന വാദക്കാരനായ റാഫിളിയാക്കളിൽപ്പെട്ട ഒരു മനുഷ്യൻ കയറി വരുന്നു. ഞാൻ നോക്കി, ഈ പുത്തൻവാദികളിൽപ്പെട്ട ഇവന് ആലിമീകളെ കൂടെ ഇരിക്കാൻ പറ്റുമോ, അങ്ങോട്ട് കേറ്റുമോ എന്ന് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോ ഇവന്റെ കയ്യിലുണ്ട് എന്തുണ്ട്? കിതാബ് ബൈൻഡ് ചെയ്യാത്ത കുറെ കടലാസ്. കാരണം ഇത് കൊല്ലത്തിൽ മാറ്റേണ്ടതാണ്, അതുകൊണ്ട് ബൈൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ കുറെ കടലാസും കൈ പിടിച്ചാണ് ഇവന്റെ കയറി വരല്.
ഇവൻ ഇങ്ങനെ വന്ന് ആലിമീങ്ങളുടെ സദസ്സിന്റെ തൊട്ടടുത്തിങ്ങ് എത്തുമ്പോഴേക്ക് റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ നിന്ന് ഒരു ആലിമ് ചാടി ഇങ്ങ് എഴുന്നേറ്റു. നേരെ പോയിട്ട് ഇവന്റെ കയ്യിന്ന് ഇവന്റെ കടലാസും കുറിപ്പും പിടിച്ചിങ്ങ് വാങ്ങിയിട്ട് വലിച്ചൊരേറ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പോടാ പോടാ, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീകൾ പങ്കെടുക്കുന്ന സദസ്സിലേക്ക് നിനക്ക് പ്രവേശനമില്ല. ഇവൻ വാവിട്ട് നിലവിളിച്ചങ്ങ് ഓടിപ്പോയി. ഇവനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പഠിച്ചവരെ, ഞാനിങ്ങനെ നോക്കി നിന്നു. എനിക്ക് കുറച്ചാൾ കൂടി ബാക്കിയുണ്ട്. അപ്പൊ പിന്നെ കണ്ടത് ബാക്കിയുള്ള ഓരോരുത്തരും റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് കിതാബ് ഇങ്ങനെ വായിക്കുന്നു. റസൂലുള്ള അംഗീകാരം കൊടുക്കുന്നു. എല്ലാരും വായിച്ച്. ഇനി ഞാൻ മാത്രം ബാക്കിയുണ്ട്. എന്റെ അടുത്തുണ്ട് ഒരു കിതാബ്. ഞാൻ വല്ല റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് ചെന്നു. നബിയേ തൗദനുലീ, സമ്മതം തരുമോ? ഞാൻ കിതാബ് വായിക്കട്ടെ നബിയേ. ഏത് കിതാബാണ്? അവിടുന്ന് ഇങ്ങോട്ടുള്ള ചോദ്യമാണ്. അബുൽ ഫത്ഹ് സാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറഞ്ഞു നബിയേ, അതാ കിതാബ് ഖവായിദുൽ ലഖായിദ് അല്ലദീ സന്നഫഹുൽ ഇമാമുൽ ഗസ്സാലി. ഇമാം ഗസ്സാലി തങ്ങൾ എഴുതിയുണ്ടാക്കിയ ഖവായിദുൽ ലഖായിദ് എന്ന കിതാബാണ് നബിയേ. വഫീഹി ഇഅ്തിഖാദി വഇഅ്തിഖാദു അഹ്ലിസ് സുന്നah. സുന്നത്ത് ജമാഅത മുഅ്തഖദി വമുഅ്തഖദു അഹ്ലിസ് സുന്നah. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇമാം ഗസ്സാലി എഴുതിയ ഖവായിദുൽ ലഖായിദ് എന്ന കിതാബാണ് നബിയേ. വായിക്കും. എനിക്ക് വായിക്കാൻ അനുമതി കിട്ടിയപ്പോ ഞാൻ വായന തുടങ്ങി. ഇമാം ഗസ്സാലി തങ്ങൾ ഷഹാദത്ത് കലിമന്റെ വിവരണമാണ് അതിലൊന്നാമത് പറഞ്ഞത്. ഒന്നാമത്തെ ഭാഗം ഞാൻ വായിച്ചു. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസങ്ങളൊക്കെ വിവരിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ഷഹാദത്ത് കലിമ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അതിന്റെ വിവരണത്തിലേക്ക് ഇമാം ഗസ്സാലി കടന്നുകൊണ്ട് എഴുതിയ ഭാഗം ഞാൻ തുടങ്ങി. وقد بعث الله النبي الأمي القرشي محمدا صلى الله عليه وسلم إلى كافة الجن والإنس. സർവ്വ ജിന്നുകളിലേക്കും സർവ്വ മനുഷ്യരിലേക്കും സർവ്വ സൃഷ്ടികളിലേക്കും ഒരുപോലെ പറഞ്ഞയച്ചിട്ടുണ്ട് അല്ലാഹു തആല. ഖുറൈശി തറവാട്ടുകാരനും മക്കയിൽ ജനിച്ചവരും ലോക നേതാവുമായ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന നിലക്ക് റസൂലുള്ളാഹിന്റെ ബഹുമാനം ഇമാം ഗസ്സാലി തങ്ങൾ എഴുതിയ ഭാഗം ഞാനിങ്ങനെ വായിക്കുമ്പോ ഞാൻ റസൂലുള്ളാഹിന്റെ മുഖത്തേക്കൊന്നു നോക്കി. അൽഹംദുലില്ലാഹ്, എന്തൊരു സന്തോഷമാണ്! ആ മുഖത്ത് നിന്ന് പ്രകാശം ഇങ്ങനെ ചൊരിയുന്നു. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ സാധുക്കളാണ്. ഞങ്ങളെ ഖബറിലേക്കുള്ള യാത്രക്കിടയിൽ ഞങ്ങളൊരു മദ്രസയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ സദസ്. ഞങ്ങൾ നിന്റെ ഹബീബായ നബിയുടെ മുഖം കാണാൻ ആശിക്കുന്നവരാണ്. ആ സുന്ദരമായ മുഖം ഞങ്ങൾക്ക് കാണിക്കണേ റഹ്മാനേ. ഈ മദ്രസക്കാരൊക്കെ പ്രവർത്തിച്ചോ, ആരൊക്കെ സഹായിച്ചോ, അവർക്കെല്ലാം ആ മുഖം നീ കാണിക്കണേ റഹ്മാനേ. അവിടുത്തെ സുന്ദരമായ മുഖത്ത് നിന്ന് പ്രകാശം ചൊരിയുന്നു. അബുൽ ഫത്ഹ് സാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ആ സ്ഥലത്ത് റസൂലുള്ളാഹിന്റെ വലിയ ബഹുമാനം ഇമാം ഗസ്സാലി എഴുതിയ സ്ഥലത്ത് ഞാൻ എത്തിയപ്പോൾ അവിടുത്തെ മുഖത്ത് നോക്കിയപ്പോൾ പ്രകാശം ചൊരിയുന്ന മുഖത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ചോദ്യം, ഐനൽ ഗസ്സാലി, ഐനൽ ഗസ്സാലി, ഇമാം ഗസ്സാലി എവിടെ? ലോകത്തിന്റെ നേതാവായ നബി തങ്ങൾ ഇമാം ഗസ്സാലി തങ്ങളെ കുറിച്ച് അന്വേഷിച്ചു പോയി. ആ അന്വേഷണം അങ്ങ് കഴിയുമ്പോഴേക്ക് ആലിമീകളെ സദസ്സിൽ നിന്ന് ഗസ്സാലി ഇമാം റഹിമഹുല്ലാഹ് എഴുന്നേറ്റുപോയി. നേരെ റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് കാലെടുത്തു വെച്ച് അതാ പറയുന്നത്, ഹാ അനദാ യാ റസൂലല്ലാഹ്, ഹാ അനദാ യാ റസൂലല്ലാഹ്, ഹാ
അനദായ റസൂലല്ലാഹ്. ഓ നബിയേ, ആലിമീകളെ നേതാവായ നബിയേ, സയ്യിദന്മാരെ നേതാവായ നബിയേ, മലക്കുകളുടെ നേതാവായ നബിയേ, ലോകത്തിന്റെ മുഴുവൻ നേതാവായ നബിയേ, തങ്ങളെ ഹൽക്കയിൽ നിന്ന് ഈ പാവപ്പെട്ട ഗസാലിയെ അന്വേഷിച്ചോ. തങ്ങളെ ഹൽക്കയിൽ ഞാനുമുണ്ട് നബിയേ. അനദായ റസൂലല്ലാഹ്. ഇമാം ഗസാലി തങ്ങൾ ഞാനിവിടെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കാലെടുത്ത് വെച്ച് അവിടുത്തെ കൈ അല്ലാഹുവിന്റെ റസൂലിന് നീട്ടിപ്പോയി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അവിടുത്തേക്ക് ഇമാം ഗസാലി കൈ നീട്ടുമ്പോ അതേ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഉറച്ചു നിന്നാം, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി കിതാബ് എഴുതിയാം, സുന്നിയല്ലാത്തവരെ അടുപ്പിച്ചുകൂടാം എന്ന് പ്രഖ്യാപിച്ച ഗസാലി ഇമാം തങ്ങൾക്ക് റസൂലുള്ളാഹി മുസാഫഹത്തിന് വേണ്ടി കൈ കൊടുക്കാതിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കൈ നീട്ടിപ്പോയി. ഇമാം ഗസാലി തങ്ങൾ ആ കൈ പിടിച്ചു തുരുതുര ചുംബനം തല്ലേ, ചുംബനം തല്ലേ. എന്റെ ഉറക്ക് ഞെട്ടിത്തെളിഞ്ഞുപോയി, എന്റെ കണ്ണിൽ വെള്ളം നിൽക്കുന്നില്ല. എന്തേ കാരണം? ഞാനൊരു സുന്നിയല്ലാത്ത മനുഷ്യനെ പള്ളിയിൽ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ അവരുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചപ്പോ എനിക്ക് അല്ലാഹു കാണിച്ചു തന്ന കറാമത്തുകളല്ലേ ഇത്, വലിയ വലിയ ആയാത്തുകളല്ലേ ഇത്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് റസൂലുള്ളാഹിന്റെ സദസ്സിൽ സന്തോഷത്തോടെ കൂടുന്നു. അവരുടെ സദസ്സിലേക്ക് ഒരു സുന്നിയല്ലാത്തവൻ കയറി വരുമ്പോൾ സുന്നത്ത് ജമാഅത്തിലുള്ള ഒരു പണ്ഡിതൻ എഴുന്നേറ്റ് പോയി ആട്ടിയോടിക്കുന്നു. റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് അവർക്ക് പ്രവേശനമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ സദസ്സിലേക്ക് അവർക്ക് പ്രവേശനമില്ല. അത് പാടില്ലെന്നും അവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ഐക്യം അല്ലാഹുവിന്റെ ദീനിന് നാശമാണെന്നും പറഞ്ഞ ഇമാം ഗസാലി തങ്ങൾ റസൂലുള്ളാഹിന്റെ കൈ കിട്ടിപ്പോയി, പിടിച്ചു ചുംബിച്ചു പോയി. സംഭവം ആരെഴുതി വെച്ചു സഹോദരന്മാരെ? അത് സുന്നി വോയിസിലുള്ളതല്ല, അത് റിസാലയിലുള്ളതല്ല, സിറാജ് പത്രത്തിലുള്ളതല്ല. ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാഠം പഠിച്ച ലോക പ്രശസ്ത ഹദീസ് പണ്ഡിതനായ ഹാഫിദ് ഇബ്നു അസാകിർ റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടില്ലേ? ബഹുമാനപ്പെട്ട ഉള്ളാളം തങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പേ, കാന്തപുരം ഉസ്താദ് ജനിക്കുന്നതിന്റെ മുമ്പേ, ഓക്കെ ഉസ്താദ് ജനിക്കുന്നതിന്റെ മുമ്പേ, അവരുടെ ചെരിപ്പെടുക്കാൻ നടക്കുന്ന പാവപ്പെട്ട ഞാൻ ജനിക്കുന്നതിന്റെ മുമ്പേ ഏകദേശം 800ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ ഇബ്നു അസാകിർ റളിയല്ലാഹു അൻഹു, ഇമാം സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സുന്നിയായ പണ്ഡിതനാണോ? ആ കിതാബ് ഒന്ന് നോക്കിയേ പറ്റൂ. ഏതാണ് ആ കിതാബ്? തബീനു കദിബിൽ മുഫ്തരീൻ ഫീമാ നുസിബ ഇലൽ ഇമാമി അബിൽ ഹസനിൽ അശ്അരി എന്ന കിതാബിൽ ഈ സംഭവം രേഖപ്പെടുത്തി വെക്കുന്നു. എന്തിനു വേണ്ടി? ഖിയാമത്ത് നാൾ വരെയുള്ള പണ്ഡിതന്മാരെയും സാധാരണക്കാരെയും പഠിപ്പിക്കാൻ വേണ്ടി. സുന്നി പണ്ഡിതന്മാരെ സുന്നിയല്ലാത്തവനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്ലാം ദീനിന് പ്രവർത്തനമില്ല, ശരീഅത്തിന്റെ സംരക്ഷണമില്ല, അള്ളാന്റെ ദീനിന്റെ പ്രവർത്തനമില്ല. അതെങ്ങാനും നിങ്ങൾ മാറ്റി മറിച്ചാൽ നിങ്ങൾ ദീനിന് കോട്ടം വരുത്തിയവരായി പോയി. ഈ തത്വം ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി സുന്നത്ത് ജമാഅത്തിന്റെ നേതാവായ ഇബ്നു അസാകിർ തങ്ങൾ ഇത് രേഖപ്പെടുത്തുന്നു. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് അവിടുത്തെ അൽ ഖിസ്താസുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ സുന്നിയല്ലാത്തവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ഐക്യം അള്ളാന്റെ ദീനിനെതിരാണെന്ന് അവിടെ രേഖപ്പെടുത്തിയെങ്കിൽ ആ ഇമാം ഗസാലി തങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ കൈ മുസാഫഹത്തിന് കിട്ടിപ്പോയി, ചുംബിക്കാൻ കിട്ടിപ്പോയി. സുന്നിയല്ലാത്തവന് ആ സദസ്സിൽ വരുമ്പോൾ ആട്ടി ഓടിച്ചുപോയി. അതുകൊണ്ട്
ഇമാം ഗസാലി തങ്ങളുടെ അൽ മുൻഖിദു മിനൽ ളലാൽ വൽ മൂസിലു ഇലാ ദിൽ ഇസ്സതി വൽ ജലാൽ എന്ന ഗ്രന്ഥത്തിലും അൽ ഖിസാസുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിലും പറഞ്ഞ ഈ വിഷയങ്ങൾ മറക്കാതെ നിങ്ങളെ കൽബിലിരിക്കട്ടെ. എന്റെ സദസ്സിൽ വന്ന ഉമ്മമാരും എന്റെ സദസ്സിൽ വന്ന കാരണവന്മാരും ഇതുവരെയും കാത്തിരുന്ന ചെറുപ്പക്കാരും സുന്നിയായി നടന്നാൽ പോരാ, നിങ്ങൾ 5 വക്ത് കളാകാതെ നിസ്കരിക്കണം. സുബഹി കളാക്കിയ പലരും ഈ സദസ്സിലുണ്ട്. റബ്ബ് നമുക്ക് മാപ്പ് നൽകട്ടെ. ഇന്ന് തന്നെയും വാലും കഴിഞ്ഞു പോയി കിടന്നിട്ട് നിങ്ങൾ സുബഹിന്റെ സമയത്ത് റബ്ബ് വിളിക്കുമ്പോ എഴുന്നേറ്റ് നിസ്കരിക്കാത്ത അടിമയാകല്ല. നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അതാ SP വിളിച്ചാൽ, അല്ല നിങ്ങൾക്കൊരു കൂടിക്കാഴ്ചക്ക് ഒരു 5 മിനിറ്റ് IG അനുവദിച്ചു തന്നാൽ, മന്ത്രി അനുവദിച്ചു തന്നാൽ, നിങ്ങളാ മന്ത്രിയുടെ ഓഫീസിന്റെ മുമ്പിൽ പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് പോയി നിങ്ങളാ സമയം തെറ്റിപ്പോകാതെ 4:55 ചെല്ലാൻ പറഞ്ഞാൽ 4:45 തന്നെ നിങ്ങൾ മുറ്റത്ത് പോയി കാത്തു നിൽക്കില്ലേ? എല്ലാ മന്ത്രിമാരെയും എല്ലാ പോലീസുകാരെയും എല്ലാ രാജാക്കന്മാരെയും പഠിച്ച റബ്ബിന്റെ വീട്ടിൽ നിന്ന് റബ്ബുമായുള്ള സംഭാഷണത്തിന് വിളിക്കുമ്പോ നീ കിടന്ന കിടത്തത്തിൽ എഴുന്നേൽക്കുന്നില്ല അല്ലേ? നിനക്ക് നേരമില്ല അല്ലേ? നിനക്ക് റബ്ബിന്റെ കോടതിയിലെത്തണ്ടേ? നീ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ബഹുമാനം പോലും നിനക്ക് ഇന്ന് വരെ വെള്ളം തന്ന റബ്ബിന് കൽപ്പിച്ചില്ലേ? നീ മന്ത്രിയുടെ അപ്പോയിന്റ്മെന്റിന്റെ വില പോലും അള്ളാഹു നിനക്ക് അനുവദിച്ചു തന്ന സംഭാഷണമായ നിസ്കാരത്തിന്റെ സമയത്തിന് കൽപ്പിച്ചില്ലേ? നീ ലക്ഷണം കെട്ടവനായി പോയി, നട്ടം പറ്റിയവനായി പോയി. അതുകൊണ്ട് ശുദ്ധിയാണെന്ന് പറഞ്ഞു നടന്നാൽ പോരാ. 5 വക്ത് കളാകാതെ നിസ്കരിച്ചു, ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും വിട്ടു, ഹറാമുകളൊക്കെ കൈയൊഴിച്ചു, അള്ളാന്റെ പൊരുത്തത്തിൽ ജീവിച്ചു. യാത്ര ചെയ്തില്ലേ? 40ഓളം കൊല്ലം പാവപ്പെട്ട ഞാൻ യാത്ര ചെയ്തില്ലേ? നിങ്ങൾക്ക് കണക്കാക്കിയത് നിങ്ങളും യാത്ര ചെയ്തില്ലേ? അതാ നമ്മൾ എത്താൻ അടുത്തെത്തിയില്ലേ? പാവപ്പെട്ട എന്റെ ഖബർ അടുത്തെത്തിയില്ലേ? ഇന്നത്തെ ദിവസം വീട്ടിൽ തിരിച്ചെത്തുമെന്നതിന് ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ലെങ്കിൽ പോകട്ടെ. ഗാലിബുൽ ഉംറ എന്ന നിലക്ക് 60 വയസ്സ് ജീവിക്കുമെങ്കിൽ തന്നെ ഓ മുഅ്മിനായ മനുഷ്യ, 40 വയസ്സായെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിന് നീ സമയം കണ്ടിട്ടുണ്ടോ? മോനെ, നീണ്ട യാത്രയിലാണ്. ഖബറിലേക്കും മഹ്ശറയിലേക്കും സ്വർഗത്തിലേക്കുമുള്ള യാത്രയിലാണ്. ആ യാത്രക്കിടയിൽ കിട്ടുന്നതൊക്കെ നീ അങ്ങ് സമ്പാദിച്ചോ, കിട്ടുന്നതൊക്കെ കയ്യിൽ പിടിച്ചോ, കിട്ടുന്നതൊക്കെ നിന്റെ സഞ്ചിയിലിട്ടോ. കഴിയുന്നിടത്തോളം ദിക്ർ വർദ്ധിപ്പിച്ചോ, സ്വലാത്ത് വർദ്ധിപ്പിച്ചോ. ഒരു ദിവസം ഖുർആനിൽ നിന്നൊരു പേജെങ്കിലും ഓദിക്കോ. സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിച്ചോ. മദ്രസ പോലുള്ള സ്ഥാപനങ്ങൾക്ക് നിനക്ക് കഴിയുന്ന സദഖ നൽകിക്കോ. പോകുന്ന യാത്രയിൽ അവിടത്തേക്ക് വേണ്ടത് എന്തൊക്കെയാണ്, എത്രയാണ്, കഴിയുമ്പോലെ സമ്പാദിച്ചോ. സമ്പാദിച്ചവര് സന്തോഷത്തോടെ വരുമ്പോ വെറും കയ്യുമായി നീയും ഞാനും അവിടെ എത്തിയാൽ കുടുങ്ങിപ്പോയി കേട്ടോ. അതാണ് നഖ്ശബന്ദിയ ത്വരീഖത്തിന്റെ ശൈഖ് കൂടിയായ മുഹമ്മദ് ബിൻ അമീൻ ഖുർദി റഹിമഹുല്ല അവിടുത്തെ തൻവീറുൽ ഖുലൂബി ഫീ മുആമലത്തി അലാമിൽ ഗുയൂബ് എന്ന ഗ്രന്ഥത്തിൽ ചോദിച്ചത്, അത്തർളാ അൻ തകൂന റഫീഖ ഖൗമി ലഹും സാദുൻ വ അൻത ബിഗൈരി സാദി. ഒരുങ്ങിയവരൊരുക്കവും കൊണ്ടുവരുമ്പോ നിന്റെ കയ്യിൽ യാത്രക്ക് എന്തുണ്ടോ? ചെയ്തുപോയ തെറ്റുകൾക്ക് റബ്ബിനോട് പൊറുക്കലിനെ ചോദിച്ചോ? ആഖിറത്തിന് വേണ്ടി സമ്പാദിച്ച് ജീവിച്ചോ? അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല സാധുക്കളായ നമുക്ക് ദുനിയാവിനെ സംബന്ധിച്ചുള്ള ചിന്ത കുറച്ചു തരികയും ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ കൽബിൽ നിലനിർത്തി തരികയും ചെയ്യുമാറാകട്ടെ. സാധുവായ ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുർറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനേ, മിസ്കീന്മാരായ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മഹനീയ ഹദറത്തിൽ നീ എത്തിക്കണം റഹ്മാനേ.
അവിടുത്തോടുള്ള സ്നേഹം ഞങ്ങളെ ഖൽബിൽ നീ ഏറ്റി തരണം റഹ്മാനേ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം ഞങ്ങളെ ഖൽബിൽ നീ ഏറ്റി തരണം റഹ്മാനേ. അവിടുന്ന് വെറും ഒരു സാധാരണക്കാരനാണെന്നും അവിടുത്തെ ശരീരം നശിച്ചുപോയി എന്ന് വരെ ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല. ആ നിലക്കുള്ള വാചകങ്ങൾ പറയുകയും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ പുത്തൻവാദികളോടും ഞങ്ങളെ ഖൽബിന് നീ അകൽച്ചയേറ്റി തരണം റഹ്മാനേ. നിന്റെ ഹബീബായ നബിയോട് സ്നേഹം കൂട്ടിത്തരണം റഹ്മാനേ. ഞങ്ങളെ കയ്യിൽ സമ്പാദ്യങ്ങളൊന്നുമില്ല. നീ ഞങ്ങൾക്ക് തന്ന നാവ് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം പറയാനും അവിടുത്തെ ബഹുമാനം